നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് പിള്ള. നമസ്തേ, ഞാൻ രജനി. നമ്മൾ പുത്തൻ പുലരിയിൽ ഇന്ന് തൊട്ട് ഭജനാമൃതത്തിലൂടെ തന്നെ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഒരു പോസിറ്റീവ് എനർജിയിലൂടെ പുത്തൻ പുലരി തുടങ്ങുന്നു. ആദ്യം ഭജനാമൃതം. ഗോകുലമണിവർണ്ണനേ, ഗോകുലത്തിൻ നാദമേ, എന്നും എൻ്റെ മാനസത്തിലോടി വരാമോ, കൂടെ വരാമോ, കൂട്ടുവരാമോ. ഗോകുലമണിവർണ്ണനേ, ഗോകുലത്തിൻ നാദമേ, എന്നും എൻ്റെ മാനസത്തിലോടി വരാമോ, കൂടെ വരാമോ, കൂട്ടുവരാമോ. ചന്ദനമണിവർണ്ണനേ, പൂർണ്ണചന്ദ്രബിംബമേ, തീരുമെൻ്റെ മാനസത്തിലൊന്നു വരാമോ, കൂടെ വരാമോ, കൂട്ടുവരാമോ. ചന്ദനമണിവർണ്ണനേ, പൂർണ്ണചന്ദ്രബിംബമേ, എന്നുമെൻ്റെ മാനസത്തിലൊന്നു വരാമോ, കൂടെ വരാമോ, കൂട്ടുവരാമോ. ഗോകുലത്തിൽ മേവും ഗോപികളും കൂട്ടിനു ഗോപജനം മേയ്ക്കും കാലികളും. 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 മധുര മധുര ഗാനമായ ആനന്ദ നടനമായി, മധുര മധുര ഗാനമായ ആനന്ദ നടനമായി, മധുര മധുര ഗാനമായ ആനന്ദ നടനമായി, മധുര മധുര ഗാനമായ ആനന്ദ നടനമായി. എൻ മനസ്സിലാടിടുന്നു കൃഷ്ണരാധയും, മധുര മധുര ഗാനമായ ആനന്ദ നടനമായി, എൻ മനസ്സിലാടിടുന്നു കൃഷ്ണരാധയും. നാമരൂപനാദരൂപ നാമഘോഷലഹരിയായി, നാമരൂപനാദരൂപ നാമഘോഷലഹരിയായി, നാമരൂപനാദരൂപ നാമഘോഷലഹരിയായി, നാമരൂപനാദരൂപ നാമഘോഷലഹരിയായി. വേണുഭൂതി ഭജന പാടി നൃത്തമാടിടാം, ഭഗവൽ നൃത്തമാടിടാം. വേണുഭൂതി ഭജന പാടി നൃത്തമാടിടാം, ഭഗവൽ നൃത്തമാടിടാം. ഉണ്ണിക്കണ്ണാ, ഉണ്ണിക്കണ്ണാ, മണിവർണ്ണ മുകിൽ വർണ്ണ. ഗോകുലമണിവർണ്ണനേ, ഗോകുലത്തിൻ നാദമേ, എന്നും എൻ്റെ മാനസത്തിലൊന്നു വരാമോ, കൂടെ വരാമോ, കൂട്ടുവരാമോ. കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. ജയ 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 കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. രാധയോ സഖിമീരയോ, രാധയോ സഖിമീരയോ, രാധയോ സഖിമീരയോ, രാധയോ സഖിമീരയോ. ശ്രീരുക്മിണി സത്യഭാമയോ, ശ്രീരുക്മിണി സത്യഭാമയോ. കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. ജയ 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 കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. ഇന്ദ്രനും ദേവനും ദേവാദിദേവകളും, ഇന്ദ്രനും ദേവനും ദേവാദിദേവകളും, സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും, സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും. ആനന്ദ നടനമാടും രാവായി, ആനന്ദ നടനമാടും രാവായി. കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. ജയ 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 കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. ജയ 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 കണ്ണനിന്നു കല്യാണമായി, പൊന്നുണ്ണി കണ്ണനിന്നു കല്യാണമായി. നന്ദലാൽ നന്ദലാൽ രാജാ പ്യാരേ, നന്ദലാൽ നന്ദലാൽ നന്ദലാൽ
राधा प्यारे नंदलाल, राधा प्यारे नंदलाल। माई मीरा मानस चोरा, माई मीरा मानस चोरा, माई मीरा मानस चोरा, माई मीरा मानस चोरा। मधुर विगारी नंदलाल, मधुर विगारी नंदलाल। चल चल राधे वृंदावनेश्वरी, चल चल राधे वृंदावनेश्वरी। निकुंज मंदिर चल चल, निकुंज मंदिर चल चल, चल चल राधे वृंदावनेश्वरी, चल चल राधे वृंदावनेश्वरी। निकुंज मंदिर चल चल, निकुंज मंदिर चल चल, चल चल राधे वृंदावनेश्वरी, चल चल राधे वृंदावनेश्वरी। निकुंज मंदिर चल चल, निकुंज मंदिर चल चल। नंदलाल नंदलाल, राधा प्यारे नंदलाल, नंदलाल नंदलाल, राधा प्यारे नंदलाल, राधा प्यारे नंदलाल, राधा प्यारे नंदलाल। ഒരിക്കൽ കൂടി നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. സ്ഥിരം പ്രേക്ഷകർ ധാരാളം പേർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്തേ. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മളൊരു ദുഃഖാചരണത്തിൻ്റെ അവസ്ഥയിൽ ആയിരുന്നു എല്ലായിടത്തും. അതുകൊണ്ട് തന്നെയാണ് പുത്തൻ പുലരി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പിന്നെ വരാൻ സമയം എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതിൽ ഔപചാരികതകളൊന്നുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണ വീട്ടിലൊക്കെ നമ്മൾ കാണിക്കേണ്ട ഒരു ഔചിത്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ കാണിക്കുന്ന ചില മര്യാദകളുണ്ട്. അങ്ങനെയാണ് അതിൽ നിന്ന്. അപ്പോൾ പക്ഷേ അതൊക്കെ പറയുമ്പോൾ തന്നെ തിരിച്ചു വരണമെന്നും ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിന്ന് മനസ്സ് മരവിച്ച് നിൽക്കരുതെന്നും പുനരധിവാസം എല്ലാ അർത്ഥത്തിലും ശാരീരികമായും മാനസികമായും വേണമെന്നും പറയുന്ന നമ്മളും അങ്ങനെ വളരെ സാധാരണഗതിയിലേക്ക് വരാം. പിന്നെ നമ്മൾ അതിജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ആ പുത്തൻ പുലരിയിലേക്ക് തന്നെ വീണ്ടും കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട്. ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നും പ്രഖ്യാപനം. അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ കായിക കോടതി വിധി ഇന്ന്. അനുകൂലമെങ്കിൽ വെള്ളി മെഡൽ പങ്കിടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 10ാം നാൾ തിരച്ചിൽ. സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധന. തിരച്ചിലിന് കിടാവർ നായ്ക്കളും. ദുരന്തത്തിൽ മരണം 414. മലയിറങ്ങിയ ദുരന്തത്തിന് ഇന്ന് 5 ആണ്ട്. സമാനതകളില്ലാത്ത ദുരന്തം വിതച്ചുപോയ കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടലുകൾ നഷ്ടമായത് 17 ജീവനുകൾ. ദുരന്തഭൂമിയിൽ ഇനിയും കണ്ടെത്താനാകാതെ നിരവധി ജീവനുകൾ. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ. വഖഫ് ബോർഡുകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കൽ. വഖഫ് ഭൂമിയുടെ കൃത്യമായ രജിസ്ട്രേഷനുമായാണ് പുതിയ ഭേദഗതി. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ 18 അംഗങ്ങൾ. സമാധാന ആഹ്വാനവുമായി പ്രസിഡന്റ്. ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ കുത്തനെ ഇടിയുന്നുവെന്ന് പഠന റിപ്പോർട്ട്. തലസ്ഥാനത്ത് ആശങ്കയായ അമീബിക് മസ്തിഷ്ക ജ്വരം. 6 പേർ ചികിത്സയിൽ. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഠനം നടത്താൻ ICMR. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണം നിലനിർത്താൻ നീരജ് ചോപ്ര ഇന്ന് കളത്തിൽ. ഫൈനൽ മത്സരം ഇന്ന് രാത്രി 11:55-ന്. ഹോക്കിയിൽ ചരിത്ര നേട്ടത്തോടെ പടിയിറങ്ങാൻ മലയാളി താരം ശ്രീജേഷ്. വെങ്കൽ മെഡൽ പോരാട്ടത്തിൽ എതിരാളി സ്പെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഒളിമ്പിക്സിലേക്കാണ്. പക്ഷേ ശുഭകരമായ വാർത്തയല്ല അല്ലേ? സങ്കടഭാരം. ഭാരതവും ഒന്നാകെ ആഘോഷിച്ച ആഹ്ലാദിച്ചിരുന്ന ആ മെഡൽ
ആകുകയാണ്. മാത്രമല്ല അത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ, കാരണം ഒരു മെഡലുമായി മടങ്ങും എന്ന് കരുതിയിരുന്ന ഏറെ പ്രതീക്ഷിച്ചിരുന്ന താരം ഒരു പക്ഷേ സ്വർണം തന്നെ കിട്ടും എന്ന് കരുതിയിരുന്ന ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം, അങ്ങനെ എല്ലാ തരത്തിലും ഇങ്ങനെ ആഘോഷപൂർവ്വം നിൽക്കുന്ന, ആവേശം ഏറ്റുവാങ്ങി നിൽക്കുമ്പോഴാണ് ആ ഒരു അവിശ്വസനീയമായ ഒരു തീരുമാനം വരുന്നത്. 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ ആക്കപ്പെടുന്നു എന്നുള്ളത്. എന്തായാലും അതിന് പിന്നാലെ കായിക കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ അപ്പീലിൽ ഇന്ന് വിധി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ആ വിധി അനുകൂലമാണെന്നുണ്ടെങ്കിൽ വെള്ളി മെഡൽ എങ്കിലും കിട്ടും, അതൊരു ആശ്വാസമാകും. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഇനി മത്സരിക്കാനുള്ള ശക്തി ഇല്ലെന്നാണ് വിനേഷ് ഫോഗട്ട് പറയുന്നത്. ഗുസ്തിയോട് വിട പറയുകയാണെന്നും ആണ് പ്രഖ്യാപനം. ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന സമൂഹ മാധ്യമ സന്ദേശത്തോടെയാണ് പ്രഖ്യാപനം. എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. എന്തായാലും വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്ത് ചേരുകയാണ്. ശരത്ത്, ആദ്യം തന്നെ ഈ അയോഗ്യതയുടെ വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത്. അതിന് പിന്നാലെ ഒരുപക്ഷെ സങ്കടം തോന്നുന്ന വളരെ ദുഃഖകരമായ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനവും വരുന്നു അല്ലേ? നമ്മൾ ഈ വിരമിക്കൽ പ്രഖ്യാപനത്തിന് മുമ്പേ ഇവിടെ എടുത്തു പറയേണ്ടത് താരത്തിന്റെ ആ ഒരു പ്രകടനം തന്നെയായിരുന്നു. കാരണം ഈ ഫൈനലിലേക്ക് എത്തിയ ഒരു പ്രകടനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മികച്ച 3 മത്സരങ്ങളായിരുന്നു ആ ഒരു ഫൈനലിലേക്ക് എത്തിയ പോരാട്ടത്തിൽ താരത്തെ നയിച്ചത്. അതായത് പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി പോരാട്ടങ്ങൾ, ആ 3 പോരാട്ടങ്ങളും കടുപ്പമേറിയ പോരാട്ടങ്ങൾ വിജയിച്ചുകൊണ്ട് താരം ഫൈനലിലേക്ക് എത്തുന്നു. അതായത് 144 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത പ്രതീക്ഷിക്കുന്നത് മെഡലുമായി താരം തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരും. അതായത് ഒളിമ്പിക്സ് പോഡിയത്തിൽ ഇന്ത്യൻ പതാക ഉയരും, ഇന്ത്യൻ ദേശീയ ഗാനം അവിടെ മുഴങ്ങും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് ഒരു ഇടുത്തി എന്നോണമാണ് ആ ഒരു വാർത്ത വരുന്നത്. കാരണം താരത്തെ അയോഗ്യയാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്, അതും കൂടുതൽ അമിത ഭാരത്തിലാണ് താരത്തിന് അത്തരത്തിൽ അയോഗ്യയാക്കുന്ന ഒരു പ്രഖ്യാപനം വന്നു. നമുക്കറിയാവുന്ന പോലെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ കർശന നിയമങ്ങളാണുള്ളത്. അതായത് 50 കിലോഗ്രാമിൽ 1 ഗ്രാമെങ്കിൽ കൂടിയാൽ തന്നെ അത് അമിത ഭാരമായി കണക്കാക്കുകയും താരത്തിന് മത്സരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം കർശനമാണ് ഒളിമ്പിക്സിലെ നിയമങ്ങൾ, അതുപോലെ തന്നെ ഗുസ്തിയിലെ ചട്ടങ്ങളും എല്ലാം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ താരത്തിന് 100 ഗ്രാമിലധികം, അതായത് 100 ഗ്രാമോളം താരത്തിന് അധിക ഭാരമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വിനേഷ് ഫോഗോട്ടിന് മത്സരത്തിലേക്ക്, അതായത് ഫൈനൽ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയും താരത്തിന് ഒരു വിലക്ക്, അതായത് അയോഗ്യയാക്കുന്ന ഒരു പ്രഖ്യാപനം. അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കായിക ലോകത്തും ഒന്നാകെ ചർച്ച ഈ ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം താരത്തെ അയോഗ്യയാക്കിയ ഒരു പ്രഖ്യാപനം, താരത്തിന് ഇനി എന്തെങ്കിലും ഒരു സാധ്യത ഫൈനൽ കളിക്കാൻ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗുസ്തി താരങ്ങൾ മാത്രമല്ല എല്ലാ കായിക താരങ്ങളും ഇത് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. കാരണം താരത്തിന് ഇന്ത്യയിലൊരു അവസരം, ഒരു വെള്ളി മെഡലെങ്കിലും താരത്തിന് ലഭിക്കും എന്നുള്ളൊരു അവസരം താരത്തിന് ഉണ്ടാകുമോ എന്നുള്ളൊരു സാധ്യതയാണ് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം താരം അപ്പീൽ നൽകുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. താരം വിനേഷ് ഫോഗട്ടിനെ വിലക്കിയ ആ ഒരു സാഹചര്യത്തിൽ താരം അപ്പീലിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അപ്പീൽ വിജയിക്കുകയാണെങ്കിൽ, അപ്പീൽ അനുകൂല ഒരു വിധി ഉണ്ടാവുകയാണെങ്കിൽ താരത്തിന് വെള്ളി മെഡൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നത് പോലെ തന്നെ സ്വർണവും വെങ്കലും മെഡലുകൾ മാത്രം ഈ ഇനത്തിൽ നൽകുമെന്ന് അടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപ്പീലിന് താരം പോകുന്നത്. അതായത് വിഷയത്തിൽ ഇടപെടണമെന്നും ഗുസ്തി ഫെഡറേഷൻ സംഭവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിനാണ് താരം അപ്പീൽ നൽകിയിട്ടുള്ളത്. വിഷയത്തിൽ ഇടപെടണമെന്ന് ഗുസ്തി ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പീലിന് അനുകൂല ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ താരത്തിന് വെള്ളി മെഡൽ ലഭിക്കും. ഇതൊക്കെയാണ് ഇന്നും ഇന്നലെയുമായി നടന്ന വാർത്തകൾ. പക്ഷേ ഈ ഒരു സംഭവത്തിനിടയിലാണ് താരത്തിൻ്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. കായിക ലോകത്തെയും ഗുസ്തി താരങ്ങളെയും അതുപോലെ തന്നെ ഗുസ്തിയുടെ ആരാധകരെയും എല്ലാം ഒന്നടങ്കം വിഷമത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. താരം അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഇന്ന് രാവിലെയോടുകൂടി നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ താരം മനസ്സുമടുത്തു, താരത്തിനെ പിന്തുണച്ചവരെല്ലാം താരം ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ താരം ഗുസ്തിയോട് വിട പറയാനുള്ള സമയമായി, ഗുഡ് ബൈ ഗുസ്തി എന്നടക്കമുള്ള രീതിയിലാണ് വികാരനിർഭരമായ കുറിപ്പാണ് താരം ഇതിൽ അതായത് അറിയിച്ചിട്ടുള്ളത്. കാരണം അത്രത്തോളം വികാരനിർഭരം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഗുസ്തിയുടെ ഫൈനലിലെത്തി സ്വർണം അല്ലെങ്കിൽ വെള്ളി മെഡലുകൾ നേടാകുന്നതിൻ്റെ തൊട്ടടുത്തെത്തുന്ന നിമിഷം താരത്തിന് ഇത്തരത്തിലൊരു അതായത് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അയോഗ്യയാക്കി എന്നൊരു വാർത്ത വരുന്നു. താരം നിരന്തരം അയോഗ്യയാക്കി, അത് ഭാരം കൂടുതൽ എന്നൊരു കാരണം കൊണ്ടാണ് അയോഗ്യയാക്കി. താരം നിരന്തരം ഇടപെട്ടുകൊണ്ട് നിരന്തരം കഷ്ടപ്പെട്ട് ഭാരം കുറയ്ക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടു. ഉറക്കം വരെ നഷ്ടപ്പെടുത്തി. എന്നിട്ടും താരത്തിന് ഫൈനലിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിനി ആകെ പ്രതീക്ഷയോടെ നോക്കാനുള്ളത് ഈ കായിക കോടതിയുടെ വിധിയാണ്. പ്രതീക്ഷ ഒരിക്കലും
കൈവിടരുതല്ലോ അവസാന നിമിഷം വരെ. എന്തായാലും ഇതുമായി ഇതിന്റെ വെള്ളി മെഡലെങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഈ 140 കോടി ജനങ്ങൾക്കും ഉള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാലും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ മുതൽ നമ്മൾ കായിക ലോകത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയത്. എന്തായാലും നമുക്ക് മറ്റ് വിവരങ്ങൾ പിന്നാലെ ഈ കായികോടതി വിധിക്കായി കാത്തിരിക്കാം. ഒപ്പം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന 2 ഇനങ്ങൾ ഉണ്ട്. ഒരു സുവർണ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുണ്ട്. അതുപോലെ ഭാരതത്തിനും കേരളത്തിനും കൃത്യമായ പ്രതീക്ഷയോടെ ഹോക്കിയും ഉണ്ട്. ശ്രീജേഷ് വിടവാങ്ങൽ മത്സരം ഇന്ന് രാത്രിയാണ് നടക്കുന്നത്. എന്തായാലും മറ്റൊരു സുപ്രധാന വാർത്ത ഇന്നലെ രാത്രി മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അല്ലെ ഒരു അനിശ്ചിതത്വം. വളരെ സുപ്രധാനമായ ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ വരികയാണ്. വഖഫ് ഭേദഗതി ബില്ല്. തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് നിർണായകമായ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ് വഖഫ് നിയമം എന്ന് നമുക്ക് പരിശോധിക്കാം. വഖഫ് നിയമപ്രകാരം മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്ക് മാത്രമായി സമർപ്പിക്കപ്പെട്ട സ്വത്തിനെയാണ് വഖഫ് എന്ന് സൂചിപ്പിക്കുന്നത്. വഖഫ് നിയമം ആദ്യമായി പാർലമെന്റ് പാസ്സാക്കുന്നത് 1954-ലാണ്. എന്നാൽ ഇത് റദ്ദാക്കുകയും വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം 1995-ൽ പാസ്സാകുകയും ചെയ്തു. ഇതിലും ഭേദഗതി വരുത്തിയത് 2013-ലാണ്. 2ാം UPA സർക്കാരായിരുന്നു ഭേദഗതി കൊണ്ടുവന്നത്. ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിച്ച് കണ്ടുകെട്ടാനുള്ള അധികാരങ്ങൾ കൂടിയാണ് നിയമം ഉറപ്പാക്കുന്നത്. കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകാതെ സ്വത്തുവകകൾ കൈവശം വയ്ക്കാൻ വഖഫ് ബോർഡിന് പരിധിയില്ലാത്ത അധികാരം കൈവരുന്നത് അങ്ങനെയാണ്. 2014 മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഡൽഹിയിൽ വഖഫ് ബോർഡിന് ദാനമായി കിട്ടിയ ഭൂമി രാഷ്ട്രീയ സമ്മാനമായി പോലും വിലയിരുത്തുകയുണ്ടായി. അതുമുതൽ തമിഴ്നാട്ടിൽ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ വഖഫ് ബോർഡിന്റെ സ്വന്തമായതുവരെ ചർച്ച ചെയ്യപ്പെട്ടു. നിലവിൽ റെയിൽവേയും പ്രതിരോധ മന്ത്രാലയവും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് വഖഫ് ബോർഡിനാണ്. രാജ്യത്തുടനീളമുള്ള 30 ബോർഡുകളുടെ കൈവശമുള്ളത് 9 ലക്ഷത്തിലധികം ഏക്കർ സ്വത്തുവകകൾ. നിലവിലെ നിയമപ്രകാരം ഒരു വസ്തു വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ ബോർഡിന് അധികാരം നൽകുന്നത് നിയമത്തിലെ സെക്ഷൻ 40 ഇതൊഴിവാക്കും എന്ന റിപ്പോർട്ടുകളാണ് പുതിയ ബില്ലിനോടുള്ള എതിർപ്പിന് ഒരു കാരണം. ഇപ്പോൾ വഖഫ് വസ്തുക്കളുടെ മേൽ നിരീക്ഷണാധികാരം പൂർണ്ണമായും ബോർഡിന് മാത്രമാണ്. ആയിരക്കണക്കിന് സിവിൽ കേസുകളാണ് രാജ്യമെങ്ങും വിവിധ കോടതികളിൽ ഇപ്പോൾ നടക്കുന്നത്. നിലവിലെ നിയമത്തിൽ മുസ്ലിം സമുദായത്തിലെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കോ സ്ത്രീകൾക്കോ അമുസ്ലിങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ പ്രാതിനിധ്യമില്ല. ഇതിൽ മാറ്റം വരുമെന്നതും എതിർപ്പിന് മറ്റൊരു കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ഈ ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സുപ്രധാനമായ ഒരു ബില്ല് തന്നെയാണ്. ഏത് സമയത്തായാലും ഇത് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പ്രതിപക്ഷമൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ എതിർപ്പൊക്കെ തന്നെ തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും. കാരണം വളരെ കാലമായി പലരും അനുഭവിച്ചുകൊണ്ടിരുന്ന പല അവകാശങ്ങളായി സ്വയം അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതെടുത്ത് കളയുന്നത്. അതായത് ഈ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ അമിത അവകാശങ്ങൾ ഒക്കെ നൽകുന്ന വ്യവസ്ഥകളാണുള്ളത്. അത് വഖഫ് ബോർഡിന്റെ ഘടന മുതൽ അധികാരങ്ങളും അവകാശങ്ങളും വരെ ഒരു സാധാരണ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു സർക്കാർ ഇതര സംവിധാനത്തിന് അനുവദിച്ചു കൊടുക്കാൻ ഇല്ലാത്ത, അതായത് ഏതാണ് വഖഫ് ഭൂമി എന്ന് വഖഫ് ബോർഡ് തീരുമാനിക്കും, എവിടെ എത്രയൊക്കെ വഖഫ് ബോർഡിന്റെ ഘടന അവർ തീരുമാനിക്കും, എന്തൊക്കെ ഏറ്റെടുക്കണം എന്ന് വഖഫ് ബോർഡ് തീരുമാനിക്കും. സർക്കാരിനോ പൊതു സംവിധാനത്തിനോ യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ. എന്തായാലും നമ്മുടെ ഡൽഹിയിൽ നിന്ന് റീജിയണൽ ചീഫ് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വളരെ സുപ്രധാനമായ ഒരു വിധി അല്ലെ? ഒരുപക്ഷെ പലരും ഈ ഘട്ടത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു നീക്കമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഇന്ന് അവതരിപ്പിക്കുമോ ഇല്ലയോ എന്നതിൽ മാത്രമാണ്. ഇന്നലെ രാത്രി ലഭിച്ച സൂചന മന്ത്രി കിരൺ റിജിജു ഇന്ന് ഈ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കും എന്നാണ്. എന്താണ് ഏറ്റവും പുതിയ അവസ്ഥ? അതുപോലെ തന്നെ ബില്ലിന്റെ ഒരു പ്രസക്തി, പ്രാധാന്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. പ്രദീപിള്ള, 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ നടപ്പാക്കാൻ പോകുന്നത്. നമുക്കറിയാം 1ഉം 2ഉം മോദി സർക്കാരുകൾ വളരെ ശ്രദ്ധേയമായ പല നീക്കങ്ങളും ഇത്തരത്തിൽ CAA ഉൾപ്പെടെയുള്ള
അതല്ലെങ്കിൽ മുത്തലാഖിനെ ക്രിമിനൽ കുറ്റമാക്കുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് പാസ്സാക്കിയിരുന്നു. അന്നും വലിയ പ്രതിഷേധങ്ങൾ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അതിനെ വകവയ്ക്കാതെയാണ് അത്തരം ബില്ലുകൾ പാർലമെന്റിൽ എത്തുകയും പിന്നീട് നമ്മുടെ രാജ്യത്ത് അത് നിയമമായി മാറുകയും ഒക്കെ ചെയ്തത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് മുൻപ് തന്നെ, വളരെ മുൻപ് തന്നെ ഇപ്പോൾ സർക്കാർ അധികാരത്തിലേറി ഏതാണ്ട് 2 മാസം കഴിയുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുവാനുള്ള നീക്കം മോദി സർക്കാർ നടത്തുകയാണ്. ഇത് വലിയ എതിർപ്പ് തീവ്ര മുസ്ലിം സംഘടനകൾ, ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടങ്ങുന്ന പാർട്ടികളും ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട്. ബില്ലിന്റെ അടിസ്ഥാനപരമായ വ്യവസ്ഥ എന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വഖഫ് ബോർഡുകൾക്കുള്ള അമിതമായ അധികാരം, അതിനെ കൃത്യമായി തന്നെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നിലവിലെ വഖഫ് നിയമപ്രകാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതത്തിലെ ഏത് ഭൂമിക്ക് മുകളിലും അധികാരം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുവാനുള്ള ഒരു അധികാരം നിലവിൽ വഖഫ് ബോർഡുകൾക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മുൻപ് ചൂണ്ടിക്കാണിച്ച പാക്കേജിൽ തന്നെ സൂചിപ്പിക്കുന്നത് ദക്ഷിണ ഭാരതത്തിലൊക്കെ നിരവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമികൾ പോലും, പ്രത്യേകിച്ച് 1500 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചിട്ടുള്ള, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി പോലും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന രീതിയിലേക്ക് വഖഫ് ബോർഡുകൾ പല സ്ഥലങ്ങളിലും അവരുടെ ഈ ഒരു അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഭാരതത്തിലെമ്പാടും 30 വഖഫ് ബോർഡുകൾ, അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വഖഫ് കൗൺസിലുമാണ് നിലവിലുള്ളത്. ഈ വഖഫ് ബോർഡുകൾക്കായി രാജ്യത്ത് മുഴുവനായി ഏതാണ്ട് 9 ലക്ഷം ഏക്കറിൽ 8 ലക്ഷത്തോളം വസ്തുവകകൾ, കെട്ടിടം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉണ്ട് എന്നാണ് നിലവിലെ കണക്കുകൾ. പക്ഷേ ഇതിന്റെ മുഴുവൻ അധികാരം വഖഫ് ബോർഡിനാണ്. ഈ സ്വത്തുക്കൾ എങ്ങനെ ലഭിച്ചു, അല്ലെങ്കിൽ നിലവിൽ തർക്കമുള്ള ചില ഭൂമികൾ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതും മറ്റുള്ളവർക്ക്, അതായത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കോ ജില്ലാ ഭരണകൂടത്തിനും ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അധികാരം കാലാകാലങ്ങളായി വഖഫ് ബോർഡിന് രാജ്യത്ത് അധികാരത്തിലിരുന്ന സർക്കാരുകൾ നൽകി എന്നതാണ്. ഈ ബില്ല് ഏറ്റവും പ്രധാനമായും ഈ അധികാര പരിധികളെ മുഴുവൻ എടുത്തു കളയുന്നു. ഏറ്റവും ശ്രദ്ധേയം എന്നത് വഖഫ് ബോർഡിന് ഇനിയും ഭൂമി വാങ്ങണമെങ്കിൽ കൃത്യമായി തന്നെ പ്രത്യേക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തേ പറ്റൂ എന്നതാണ് ഈ ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന്. മുൻപ് അങ്ങനെയായിരുന്നില്ല. വഖഫ് ബോർഡ് ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ച് അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടാൽ പിന്നീട് അതിനെ ചോദ്യം ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പല കേസുകളും ഇപ്പോൾ കോടതിയിൽ പെൻഡിംഗാണ്. പക്ഷേ ഇനിയും ജില്ലാ ഭരണകൂടത്തിന്റെ അറിവോടുകൂടി പ്രത്യേക പോർട്ടൽ മുഖാന്തരം മാത്രമേ വഖഫ് ബോർഡുകൾക്ക് ഭൂമി വാങ്ങുവാൻ സാധ്യമാകുകയുള്ളൂ. മാത്രമല്ല വഖഫ് ബോർഡിന്റെ കയ്യിൽ ഇപ്പോഴുള്ള ഭൂമിയും ഇനി വാങ്ങാൻ പോകുന്ന ഭൂമിയും എല്ലാം സംബന്ധിച്ച് കൃത്യമായ വിവരം അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും ഈ പുതിയ ബില്ലിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുതിയ ബില്ലിന്റെ മറ്റൊരു സവിശേഷത, ഇത് ഭൂമി വാങ്ങുന്നതോ അതല്ലെങ്കിൽ വഖഫ് ബോർഡ് അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മാത്രമല്ല ഈ ബില്ല് ഇടപെടുന്നത് എന്നതാണ്. മറിച്ച് ഇതിന്റെ ഘടനയിലും ചില സുപ്രധാനമായ മാറ്റങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. നിലവിൽ വഖഫ് ബോർഡുകളിൽ അതല്ലെങ്കിൽ അഖിലേന്ത്യാ വഖഫ് കൗൺസിലിൽ 11 ബോർഡ് മെമ്പർമാരാണ് ഉള്ളത്. ആ ബോർഡ് മെമ്പർമാർ എങ്ങനെയാകണമെന്നത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഈ പുതിയ ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിലവിൽ അമുസ്ലിങ്ങളായ, അതായത് മുസ്ലിം മതക്കാർ മാത്രമാണ് വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ ആ ബോർഡ് മെമ്പറായിട്ട് വരുന്നത്. പക്ഷേ ഈ 11 അംഗങ്ങളിൽ ഇനിയും ഏറ്റവും കുറഞ്ഞത് 2 അമുസ്ലിങ്ങളെങ്കിലും, അതായത് മുസ്ലിം മതത്തിന് പുറത്തുനിന്നുള്ള 2 അംഗങ്ങളെങ്കിലും ഈ വഖഫ് കൗൺസിലിൽ, വഖഫ് ബോർഡിൽ അംഗങ്ങളായി ഉണ്ടായേ മതിയാകും. ഒപ്പം സ്ത്രീ പ്രാതിനിധ്യം വരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒക്കെ ഉൾപ്പെടെയുള്ള പല പാർട്ടികളുടെയും എതിർപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്ത്രീ പ്രാതിനിധ്യത്തെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുമെങ്കിലും ഇസ്ലാം മതത്തിനകത്ത് സ്ത്രീകൾ കുറച്ചുകൂടി പുറത്തോട്ട് വരണം, അവരെ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തും. ഇപ്പോൾ ഈ സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെ വഖഫ് ബോർഡിൽ കൊണ്ടുവരണം എന്ന ബില്ലിനെയാണ് ലീഗും അതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ വഖഫ് ബോർഡ് അംഗങ്ങളിൽ 3 MP-മാർ വേണം എന്ന നിർദ്ദേശം കൂടി ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. 3 MP-മാർ എന്ന് പറയുമ്പോൾ 2 MP-മാർ നേരിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ലോക്സഭയിലെ അംഗങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരാൾ രാജ്യസഭ അംഗമാകാം. അതോടൊപ്പം അത് ദേശീയ വഖഫ് കൗൺസിലാണ് ഈ MP-മാർ വരേണ്ടത്. സംസ്ഥാനങ്ങളിലുള്ള വഖഫ് ബോർഡുകളിലെ അംഗങ്ങളായി തെരഞ്ഞെടുക്കേണ്ടത് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ വ്യത്യസ്തമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന, ഒപ്പം ഭൂമിയും അതോടൊപ്പം തന്നെ
മറ്റ് സ്വത്തുക്കളും എങ്ങനെ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യണം എന്നതിൽ സർക്കാരിന് കൂടി ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന് കൂടി ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്ന ഒരു സുപ്രധാനമായ ബില്ലാണ് പാർലമെന്റിൽ മോദി സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ഈ ബില്ല് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കുമെന്ന സൂചന ലഭിച്ചിരുന്നു. പക്ഷേ ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ സമയം ഇനിയുമുണ്ട്. 11 മണിക്കാണ് ഇരു സഭകളും ചേരുന്നത്. ഒരുപക്ഷെ ഇന്ന് അവതരിപ്പിച്ചേക്കാം. അതല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ തന്നെ, ഇതിപ്പോൾ ബജറ്റ് സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സമ്മേളനത്തിന് ഇനിയും ദിവസങ്ങൾ, ഒരാഴ്ച കൂടി ശേഷിക്കുന്നുണ്ട്. ഈ സമ്മേളന കാലയളവിൽ തന്നെ ഈ നിർണായകമായ ബില്ല് കേന്ദ്രം അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി ഗൗതം, വളരെ സുപ്രധാനമായി വിശദമായി ചർച്ച ചെയ്യേണ്ട വകുപ്പുകളാണ് അതിലേക്ക് നയിച്ച കാരണങ്ങൾ. അതിനേക്കാൾ സുപ്രധാനം ചില വാർത്തകൾ നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്ന ചില ഗ്രാമങ്ങളൊക്കെ മൊത്തം വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിൽ അവകാശത്തിൽ നമ്മുടെ ആ സ്റ്റോറിയിൽ പറയുന്നുണ്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡൽഹിയിൽ ഒരു ഭാഗം തന്നെ അങ്ങ് മാറ്റിമറിച്ചു ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് മാറ്റി എഴുതി എന്നുള്ളത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കിടക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം മൊത്തം ക്ഷേത്രത്തിന്റെ അവകാശവും അധികാരവും ഉടമസ്ഥാവകാശവും അടക്കം വഖഫ് ബോർഡിന് ഒക്കെ നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ അതുപോലെ ഇത് ഇന്ന് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഈ വിവരങ്ങളുമായി പുത്തൻ പുലരിയിൽ തന്നെ അല്പസമയത്തിന് ശേഷം വീണ്ടും ഗൗതം ചേരും. എന്തായാലും നമുക്ക് വാർത്തകൾ കൂടെ ഉണ്ട്. ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ച ആ ഒരു ദുരന്ത വാർത്ത തന്നെയാണ്. ഇപ്പോഴും അതിൻ്റെ കണ്ണീർ തോർന്നിട്ടില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായിട്ടുള്ള തെരച്ചിൽ 10ാം നാളിൽ എത്തിയിരിക്കുന്നു. 30-ാം തീയതി ഈ വാർത്ത വന്ന ആ ദിവസം ഡെസ്കിൽ ആദ്യം എത്തിയത് ഞങ്ങളായിരുന്നു. അപ്പം ആദ്യം ഒരു മരണം, ഒരു കുട്ടിയുടെ മരണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മരണം, അതിനുശേഷം പിന്നെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 10ാം നാളിൽ കൺമുന്നിൽ ഇങ്ങനെ അങ്ങ് വളരുകയായിരുന്നു അല്ലെ, അതിന്റെ ഒരു വ്യാപ്തിയും രൗദ്രഭാവവും ആ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഞെട്ടലും ഒക്കെ ആയിരുന്നു. ഏതായാലും ഇനി അങ്ങോട്ട് രജനി തന്നെ പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ കാലമാണ്. പക്ഷെ തിരച്ചിൽ ഉപേക്ഷിക്കാൻ വയ്യ അല്ലെ. ഇന്നത്തെ തിരച്ചിൽ, ഇന്നലെ മൃതദേഹ ഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന. തിരച്ചിലിന് കടാവർ നായകളും ഉണ്ടാകും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിൽ ഉണ്ടാകും. 6 സോണുകളായി തിരിഞ്ഞാകും തിരച്ചിൽ. അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും ഇന്ന് നടക്കും. മനോജ് ചേരുന്നുണ്ട് അല്ലേ? മനോജ്, 2 കാര്യങ്ങളാണ് ഇതിൽ അറിയേണ്ടത്. ഒരു ഭാഗത്ത് തിരച്ചിൽ തുടരുന്നു. എത്ര സങ്കീർണമാണ് അതല്ലെങ്കിൽ എത്ര കഠിനമാണ് ഇത്രയും വലിയ പ്രദേശത്ത് ഈ പൊട്ടിയൊലിച്ച് മണ്ണിനും പാറകൾക്കും ഇടയിൽ നിന്നിനി എന്താണ് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്, എവിടെ തിരയണമെന്നുള്ളത്. 2, പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വിശദാംശങ്ങൾ വാർത്തയായി തന്നെ നൽകിയിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് കേവലം ഒരു പ്രഖ്യാപനമല്ല, അത് കാരണം ദുരന്തബാധിതർക്ക് ആ പ്രദേശത്തിന് പുനരധിവാസത്തിന് ഒക്കെ ലഭിക്കാവുന്ന വലിയ ആനുകൂല്യങ്ങളുടെ ഒരു വശം കൂടി അതിനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും പരിശോധനകളും ഇന്ന് നടക്കും അല്ലേ മനോജ്? തീർച്ചയായും പ്രദീപിള്ള, ഇന്ന് തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും ഈ പ്രത്യേക സംഘം പരിശോധിക്കുക. കാരണം കഴിഞ്ഞ ദിവസം അവിടെ നിന്നും ഒരു ശരീരഭാഗം ലഭിച്ചിരുന്നു. അതോടനുബന്ധിച്ച് തന്നെ, അതായത് സൂചിപ്പാറയിൽ നിന്നും പോത്തുകല്ല് വരെയുള്ള പ്രദേശം കൂടുതൽ മനുഷ്യർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ നിന്നും ഉരുളുപൊട്ടി ഈ ജലത്തിലൂടെ ഒലിച്ചുപോയ കുറേയധികം മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് പ്രത്യേക സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ പതിവ് രീതിയിലുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക. അതിനുവേണ്ടി
സൈനികരടങ്ങുന്ന സംഘം അല്പസമയത്തിനകം തന്നെ ഈ ബെയിലി പാലത്തിലൂടെ അങ്ങോട്ടേക്ക് കടക്കും. എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരമായി തിരച്ചിൽ നടക്കുകയാണ്. ഇതിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പേരെ കിട്ടാനുണ്ട്. ഈ മണ്ണിനും ഈ പാറക്കഷ്ണങ്ങളുമൊക്കെ അടിയിൽ ഈ പരിശോധന എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണം തന്നെയാണ്. കാരണം ഈ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് യന്ത്രസാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം തിരച്ചിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ നേരിട്ട പ്രതിസന്ധി അത് തന്നെയായിരുന്നു, ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ബെയിലി പാലം വന്നതിലൂടെ ഈ വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ച് ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ പരിശോധന നടക്കുന്നു, ഓരോ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അവിടെ കുഴിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അതുപോലെ തന്നെ ഈ വനമേഖലയിലുള്ള പരിശോധന വനം വകുപ്പും കോസ്റ്റ് ഗാർഡും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ പുഴയോരത്തും ഒക്കെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ശനിയാഴ്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തുന്നുവെന്നുള്ള വിവരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. കാരണം ഈ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്ന സമയം തന്നെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തോടു കൂടി നമുക്കതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സഹായങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കൂടുതലായി അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം അത് ഈ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പിന്തുണ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് എന്ത് തരത്തിലുള്ള പിന്തുണ വേണമെങ്കിലും അത് കൃത്യമായി നൽകും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സൈനികരുടെ ഈ ഒരു പ്രവർത്തനം ആദ്യഘട്ടം മുതൽ തന്നെ സൈനികർ ഇങ്ങോട്ടേക്ക് എത്തി വളരെയധികം പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തി നിരവധി പേരെ രക്ഷപ്പെടുത്തി. അതോടൊപ്പം സംസ്ഥാനത്തിലെ വിവിധ വകുപ്പുകൾ, അതായത് ഫയർഫോഴ്സ്, അതുപോലെ തന്നെ മറ്റ് പോലീസ് അടങ്ങുന്ന സന്നാഹം ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തന്നെയായിരുന്നു. നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ സമാനതകളില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ്. ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ഈ ഒരു മേഖല നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാണുമ്പോൾ തന്നെ വളരെയധികം ഭീകരതയുള്ള ഒരു ദുരന്തം, ഒരു നാടിനെ ആകെ കവർന്നെടുത്ത ദുരന്തം. അതിൽ ഒട്ടനവധി ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും നിരവധി പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഇതുവരെ കണ്ടുകിട്ടാത്തവരുണ്ട്, കണ്ടുകിട്ടിയവരെ തിരിച്ചറിയാത്തവരുണ്ട്. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മൃതദേഹങ്ങൾ ഓരോ ദിവസങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു, അത് DNA സാമ്പിൾ അയച്ചതിന് ശേഷം ബാക്കിയുള്ള ശരീരഭാഗം സംസ്കരിക്കുന്നു. ഇതൊക്കെയാണ് നിരന്തരമായി ഇങ്ങനെ ഓരോ ദിനവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹം വിമാനമാർഗം എത്തി അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഈ ബെയിലി പാലത്തിനടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഈ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച് അതിനുശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും എത്തുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം ഇന്ന് ഇവിടേക്ക് എത്തുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സാധാരണ പതിവ് രീതിയിലല്ലാതെ പ്രത്യേക സംഘത്തെ, കഴിഞ്ഞ ദിവസവും 12 അംഗ സംഘമാണ് ഈ തിരച്ചിലിന്റെ ഭാഗമായി സൺറൈസ് വാലിയിൽ പോയിരുന്നത്. അതേ സംഘം ഇന്നും അങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സൺറൈസ് വാലിയെ സംബന്ധിച്ചിടത്തോളം 2 വെള്ളച്ചാട്ടങ്ങൾ ഇതിന് സമീപത്തായുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങളിലും അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ഈ പ്രതിസന്ധി നേരിടുന്ന കുറേയധികം പ്രദേശങ്ങളുണ്ട്. കാരണം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അവിടേക്കാണ് ഈ സംഘം കടന്നു ചെല്ലുക. സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും ദുർഗന്ധം വരുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ജീവിച്ചവർക്ക് ഏതൊക്കെ പ്രദേശത്ത് ഇത്തരത്തിൽ കൂടുതൽ വീടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ളൂ, ഇതൊക്കെ തന്നെ അവരുടെ കൂടെ ഈ വിവരങ്ങൾ, അവർ നൽകുന്ന വിവരങ്ങൾ കൂടെ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. പ്രദീപ്, ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെ ഓർമ്മയിലേക്കാണ് അല്ലേ, അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. പുത്തുമല ദുരന്തത്തിന് മൂകസാക്ഷിയായിരുന്നു നാട്ടുകാരനായ ദേവദാസ്. അദ്ദേഹത്തിൻ്റെ 2 ബന്ധുക്കളാണ് ഉരുളിൽ ഒലിച്ചുപോയത്. പുത്തുമലയിൽ ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്ന് ദേവദാസ് ആ നടുക്കുന്ന ഓർമ്മകൾ വീണ്ടെടുക്കുന്നു. 2019 ഓഗസ്റ്റ് 8-നായിരുന്നു പുത്തുമലയിൽ ഉരുൾപൊട്ടിയത്. ഞൊടിയിടയിൽ ഒരു ഗ്രാമം ഒലിച്ചുപോയി, ഒപ്പം 17 മനുഷ്യജീവനുകളും. അതിൽ 12 മൃതദേഹങ്ങൾ കണ്ടെത്തി. 5 മൃതദേഹങ്ങൾ ഇതുവരെയായും കണ്ടെത്താനായില്ല. മുണ്ടക്കയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഇപ്പുറത്താണ് പുത്തുമല. പുത്തുമലയിലെ ദുരന്തത്തിന് മൂകസാക്ഷിയായ ദേവദാസ്, അദ്ദേഹം ഞങ്ങളോടൊപ്പം
ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ചേട്ടാ, അന്ന് എന്താ സംഭവിച്ചത്? 2019 ആഗസ്റ്റ് 7-ാം തീയതി ഇതേ പച്ചക്കാടിൽ ഏരിയയിൽ ഉൾപ്പെടുന്ന രീതിയിൽ രാത്രി ഒരു 12 മണിയാകുമ്പോൾ ചെറുതായിട്ട് ഉരുൾ പൊട്ടുകയും ആ കുടുംബം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ആ കുടുംബത്തെ അന്ന് രാത്രി തന്നെ മാറ്റി. നേരം വെളുത്ത് എസ്റ്റേറ്റ് ജോലിക്ക് പോകാൻ വന്നപ്പോഴാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം പറഞ്ഞത് പച്ചക്കാട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങൾ വന്ന് മൊത്തം ഈ ഭാഗത്ത് റോഡും മരങ്ങളൊക്കെ വീണിരുന്നൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റി ഈ പ്രദേശത്തു നിന്നുള്ള എല്ലാ കുടുംബങ്ങളെയും പുത്തുമല സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി. അതിൻ്റെ ശേഷം ആണ് പുത്തുമല എസ്റ്റേറ്റ് ലൈനിലേക്ക് പോകുന്ന പാലം ഏകദേശം ഒരു 3:30 മണിയാകുമ്പോൾ പാലം ഒലിച്ചുപോയി. ആ സമയത്തായിരുന്നു പകുതി പേര് എസ്റ്റേറ്റിൻ്റെ അപ്പുറത്തും കുറച്ച് പകുതി പേര് ഇപ്പുറത്തും. അങ്ങനെയാണ് ആ പൊട്ടി വരുന്ന സമയത്ത് ആ വെള്ളം നമ്മൾ കുമ്മാഴം കലക്കി വെച്ചിട്ട് നിലവിൽ കാല് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലുള്ള എരിച്ചലായിരുന്നു. ആ സമയത്ത് പുത്തുമല മെയിൻ റോട്ടിൽ നിന്ന് നടന്നു വരുന്ന വിവിധ ആൾക്കാരെ ഞാനും എൻ്റെ മകനും കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോഴാണ് ഈ വെള്ളത്തിൽ നിന്നപ്പോൾ കാല് എരിയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ അതിൻ്റെ ഉരുളുപൊട്ടി പോകുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട്. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 10 മീറ്റർ അകലായിരുന്നു പുഴ. സാധാ കപ്പിൽ വെള്ളം മുക്കി വയ്ക്കുന്ന രീതിയിലുള്ള പുഴയാണ്. പക്ഷെ അന്നേ ദിവസം മഴ 7-ാം തീയതി പിന്നെ 50 സെൻറ്റിമീറ്ററും 8-ാം തീയതി ഈ ഉരുൾ പൊട്ടുന്ന അന്ന് 60 സെൻറ്റിമീറ്ററും മഴ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തി. ഒരു പീടികളൊന്നും തുറന്നിട്ടില്ല, കാറ്റും മഴങ്ങളായതുകൊണ്ട്. വീട്ടിൽ ചെന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തിൽ ഒരു മുളക്കൂട്ടങ്ങളുണ്ട്. ആ മുളക്കൂട്ടങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചെതിർന്ന് കണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴായിരുന്നു ഇത് ഏകദേശം ഒരു 10 ആൾ ഹൈറ്റിൽ ഉരുളുപൊട്ടി വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ളവരെ മകനെയും കൂട്ടി ഞാൻ എന്ത് ചെയ്ത് ഓടി തേയില എസ്റ്റേറ്റിലേക്ക് കയറി. അപ്പോഴായിരുന്നു ഈ പൊട്ടി വന്നത് ഞാൻ കാണുന്നത്. അതിൻ്റെ ശേഷം 4 ദിവസം മുന്നേ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറമെ ഇറങ്ങുന്നത്. ഞാനൊക്കെ പിന്നെ HML കമ്പനി കണക്ക് കൊടുത്തിരുന്നു, ഇത്ര പേരെ തോട്ടം തൊഴിലാളികൾ പ്രദേശത്ത് കാണാനില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ മരിച്ച രീതിയിലായിരുന്നു ലീസ്റ്റ് കൊടുത്തിരുന്നത് കലക്ടറെടുത്ത് തോട്ടം തൊഴിലാളി ഈ മാനേജ്മെൻറ്റ്. അങ്ങനെയായിരുന്നു 4-ാമത്തെ ദിവസം മാനേജ്മെൻറ്റായിട്ട് വന്ന് കണ്ടുമുട്ടുമ്പോഴാണ് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. അതിൻ്റെ ശേഷം മൊത്തത്തിൽ വിളിച്ച് പറഞ്ഞ് ഈ പ്രദേശത്തുള്ളവരെല്ലാം ക്യാമ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേപ്പാടി ക്യാമ്പിലായിരുന്നു 4-5 ദിവസം ഞങ്ങൾ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എത്ര പേര് മരിച്ച് എത്ര ബോഡി കിട്ടി എന്നുള്ളത് വിവരം അറിഞ്ഞത്. ഈ 5 പേരെ തന്നെയാണോ കാണാതായത്? അത് സർക്കാർ കണക്കെടുത്തതിലും രക്ഷപ്പെട്ടവർ അവർ കണക്ക് പറഞ്ഞ കുടുംബത്തിലുള്ളവർ കണക്ക് പറഞ്ഞവരും അവരെ തീരുമാനപ്രകാരമാണ് മൊത്തം ഇവിടെ 17 പേര് മരിച്ച് 12 ബോഡി കിട്ടി. അതിൽ മരിച്ചതിൽ എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഉൾപ്പെട്ടിരുന്നു. പണീസെൽവൻ, റാണി എന്നിവരെ ബോഡി. അങ്ങനെയായിരുന്നു എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് മരിച്ചത്. അതിൽ ഒരു 10-15 ദിവസം തെരഞ്ഞിരുന്നു, പക്ഷേ 5 ആളെ ബോഡി കിട്ടാതായി. അതിന് ഇപ്പോഴും അതിനൊരു ഇതുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ജനങ്ങളെ ഭാഗത്തുനിന്നായാലും ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുനിന്നായാലും അങ്ങനത്തെ ഒരു ഇതും. ഈ 5 പേരെ കിട്ടാനുള്ള ഒരു സംവിധാനങ്ങളില്ല. വർഷം ഇപ്പോൾ 5 ആയി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പുത്തുമല തന്നെ പെറ്റു വളർന്ന ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ സ്ഥലത്തിൻ്റെ ഇതെല്ലാം ജനങ്ങളെക്കുറിച്ചും ഓരോരുത്തരുടെ പേരടക്കം നമുക്ക് അറിയാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പുനരധിവാസം ഈ വെള്ളർമല വില്ലേജിൽ വീടുകൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. വിവിധ ജനങ്ങൾക്ക് പല മേഖലയായിട്ട് മേപ്പാടി, പൂത്തക്കൊല്ലി, കൽപ്പറ്റ, കാപ്പംകൊല്ലി ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് പുനർനിർമ്മാണം നടന്ന് ആ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പം മുണ്ടക്കൈ ദുരന്തം നടന്നിരിക്കുക അല്ലേ? സമാനമായിട്ടുള്ള ഉരുൾപൊട്ടൽ തന്നെ, പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയും ഇതുപോലെ നിരവധി സ്ഥലങ്ങൾ ഈ വയനാട് ജില്ലയിൽ തന്നെ ഇല്ലേ? ഏത് സമയം ഉരുൾപൊട്ടാവുന്ന മേഖലകളില്ലേ? വെള്ളർമല വില്ലേജിൽ മിക്കവാറും എല്ലാ മേഖലകളും മലമേഖലകളാണ്. ഏത് സമയത്ത് പൊട്ടാൻ, അതായത് ജൂൺ മാസം കഴിഞ്ഞാൽ 6 മാസം വെയിലും 6 മാസം മഴ എന്നാണല്ലോ സാധാരണ ഒരു ചരിത്രം പറയുന്നത്. പക്ഷേ ആ 6 മാസങ്ങളിൽ മഴ ഇപ്പോൾ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന് കർക്കിടകം ഇരുന്ന് എല്ലാ ജനങ്ങൾക്കും പേടി. ഇപ്പോൾ കർക്കിടകം കഴിഞ്ഞ് ആഗസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ, ഡിസംബർ വരെ ഈ ഭാഗങ്ങളിൽ മഴ കിട്ടിയിരുന്നു. പക്ഷേ 2019 ഇവിടെ ഉരുൾപൊട്ടിയതിന് ശേഷം പിന്നെ 2020 ആഗസ്റ്റ് 7-ാം തീയതി പൊട്ടിയത് മുണ്ടക്കായി.
ചെറുതായിട്ടാണ്. പക്ഷേ മരണങ്ങളൊന്നും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മരണങ്ങൾ ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതല്ലേ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ? അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അത് ശ്രദ്ധ കാരണം 29-ാം തീയതി ചൂരൽമല 9 മണിക്ക് ചൂരൽമല പാലത്തിൻ്റെ അവിടെ ഞാനുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആ പുഴയിൽ കൂടെ പിന്നെ 29-ാം തീയതി രാത്രി, അതായത് 28-ാം തീയതി രാത്രി ചില മേഖലകളിൽ നിന്ന് ഉരുളുപൊട്ടി ചൂരൽമല പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നൂറുകണക്കിന് പേര് വെള്ളം മരങ്ങളും ഒലിച്ചു വരുന്നത് കണ്ടവരാണ്. പക്ഷെ അന്ന് തന്നെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിൽ നിന്ന് വീടുകളും മറ്റുള്ളവരും നഷ്ടപ്പെട്ടാലും മനുഷ്യരെ രക്ഷപ്പെടുത്താമായിരുന്നു. അതിനുള്ള ഒരു സൂചന ഇല്ലാത്തതിൻ്റെ ഭാഗമാണ് ഉറക്കത്ത് ഇങ്ങനെ സംഭവിച്ചു പോയത്. പുത്തുമല ദുരന്തത്തിൽ 58 വീടുകൾ പൂർണ്ണമായും 23 വീടുകൾ ഭാഗികമായും നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവശേഷിക്കുന്നു. പുത്തുമല ദുരന്തത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ മുണ്ടക്കൈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ ഇത്തരം ദുരന്തങ്ങൾ തടയാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നിയമങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. പക്ഷേ ഈ നിയമം കർശനമായി നടപ്പാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. പുത്തുമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണകുമാറിനൊപ്പം അനിൽ നമ്പ്യാർ, ജനം. അതെ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. പുത്തുമലയിൽ നിന്ന് പാഠം പഠിച്ചെങ്കിൽ, 2018-ലും 19-ൽ നിന്ന് പാഠം പഠിച്ചിരുന്നെങ്കിൽ മറ്റൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ദുരന്തത്തിന് ശേഷം പ്രദേശത്തിൻ്റെ ആവാസ യോഗ്യത പഠിക്കാൻ സംഘത്തെ ഇറക്കുന്ന സർക്കാരിനോട് ഇനി എന്ത് പറയണം എന്ന് അറിയില്ല. രജനി, അങ്ങനെ ഈ ദേവദാസിൻ്റെ പോലെ നിരവധി ആളുകൾ ഇപ്പോഴും ആ പ്രദേശങ്ങളിലുണ്ട്. ജീവിതം തിരികെ പിടിച്ചതാണ് ദേവദാസ് പറഞ്ഞ കഥ. ദേവദാസ് നമ്മളോട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള ജനങ്ങളെയെങ്കിലും ഈ ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക, അതിന് സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കുക. എന്നാലും ഇതുപോലെ ഈ ദുരന്തങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. പിന്നീട് ആ പ്രദേശം തന്നെ ഇല്ലാണ്ടാവുകയും അവിടെയുള്ള ജനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരെണ്ണമുണ്ട് വയനാട്ടിൽ. ദുരന്ത ഭൂമിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് നിലമ്പൂരിലെ ഇരുട്ടുകുത്തി. ഉരുൾപൊട്ടൽ മൂലം ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഇവിടുത്തെ വനവാസി ഊരുകൾ. തീർത്തും ഒറ്റപ്പെട്ട വനവാസി ഊരുകളിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരും ഏറെ ബുദ്ധിമുട്ടുകയാണ്. എങ്ങോട്ടാണ് ചെങ്ങാടത്തിലുള്ള ഇവരുടെ ഈ സാഹസിക യാത്ര എന്നല്ലേ? ഈ പുഴയ്ക്കപ്പുറം കുറെ മനുഷ്യരുണ്ട്. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ പുറം ലോകവുമായി ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യർ, ഭക്ഷണം പോലും കിട്ടാതെ ദിവസങ്ങളായി പട്ടിണിയിലായ മനുഷ്യർ, അവരെ തേടി അവർക്കുള്ള അവശ്യ വസ്തുക്കളുമായാണ് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ യാത്ര. അങ്ങനെ ഒടുവിൽ യുവമോർച്ച സംഘം വനവാസി മേഖലയിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ഊരിലേക്ക് എത്തി. ആവശ്യ വസ്തുക്കളെല്ലാം ഇവിടെ വിതരണവും ചെയ്തു. എഴുന്നൂറോളം മനുഷ്യർ ഇവിടെയുണ്ട്. ഈ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാലം 2018-ലെ പ്രളയത്തിൽ തകർന്നതാണ്. കൂരകളെല്ലാം ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ദുരിതം മാത്രമാണ് നമ്പർ 1 എന്ന് സ്വയം പുകഴ്ത്തൽ നടത്തുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഈ വനവാസികളുടെ ജീവിതത്തെ പറ്റി പറയാനുള്ളത്. ഈ വനവാസി ഊരിലെത്തി നേരിൽ കണ്ട കാഴ്ചകളെപ്പറ്റി യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജിന്റെ വാക്കുകൾ ഇങ്ങനെ. വളരെ ദയനീയമാണ്. നമ്മൾ നമ്പർ 1 കേരളം എന്ന് കൊട്ടിഘോഷിക്കുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കലാണ്, പച്ചക്കള്ളം പറയലാണ് എന്ന് തന്നെ തോന്നും. ഞങ്ങളവിടെ ചെന്നപ്പോൾ 2018-ൽ പണിത 2018 പ്രളയത്തിൽ പൊളിഞ്ഞ ഒരു പാലം ഇതുവരെ പുനർനിർമ്മിക്കാൻ വേണ്ടി കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടമാണ്, വള്ളം പോലുമല്ല, മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. 1-2 വർഷത്തിനകത്ത് പാലമില്ലാത്തത് കൊണ്ട് തന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ഈ ഊരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ ഇരുന്നാണ് ആ സ്ത്രീ പ്രസവിച്ചത്. അതാണ് നമ്പർ 1 കേരളം എന്ന് കേരള സർക്കാർ കൊട്ടിഘോഷിക്കുന്നത്. 500-ലധികം വരുന്ന ആളുകൾ ഇന്നും ശൗചാലയങ്ങളില്ലാതെ വെളിയിടങ്ങളിലാണ് ശൗചാലയം നടത്തുന്നത്, ശൗചം ചെയ്യുന്നത്.
ഈ ഉത്തരേന്ത്യയിലേക്ക് മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 11.5 കോടിയോളം ശൗചാലയങ്ങൾ കെട്ടിക്കൊടുത്തപ്പോൾ അതിനെ പരിഹസിച്ച ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ 500-ലധികം വരുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്നവരടുത്ത് ഒരു വീട്ടിൽ പോലും ശൗചാലയമില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ദാരുണാവസ്ഥ നാം മനസ്സിലാക്കേണ്ടത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ, അത് പണിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകളാണ് അവിടെ ഉള്ളത്, അവരെ പൊതുജനത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ദുരിതങ്ങൾ താണ്ടി പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇവരുടെ ജീവിതം ഇങ്ങനെ തുടരുകയാണ്. ജനം, വയനാട്. ഒരുപാട് ചോദ്യങ്ങളാണ്. കാരണം ഈ കേന്ദ്രം നൽകുന്ന ഫണ്ടടക്കം എങ്ങോട്ട് പോയി എന്ന് ഇപ്പോഴും പല വനവാസി ഊരുകളും ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലുണ്ടായപ്പോൾ മാത്രമാണ് ഇവരുടെ ദുരിതം നമ്മൾ അറിഞ്ഞത്. ഇനി ഒരിക്കലും മറക്കാത്ത ഒരു ദുരന്തം ഓഗസ്റ്റ് 8 മലയാളികൾ മറക്കില്ല എന്ന് തന്നെ പറയാം. കവളപ്പാറയും അതുപോലെ തന്നെ പുത്തുമലയും ദുരന്ത ഭൂമിയായി മാറിയ ദിനം. മുണ്ടക്കയും ചൂരൽമലയും കണ്ണീരായി മാറുമ്പോൾ കണ്ണുനീർ വറ്റിയ കുറേ മനുഷ്യരുണ്ട് കവളപ്പാറയിൽ. സമയം രാത്രി 8 മണി. മുത്തപ്പൻ മലയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് കുതിച്ചു. തടിയും പാറക്കഷ്ണങ്ങളും മണ്ണും ഒലിച്ചെത്തി. ഒരു ഗ്രാമം അങ്ങനെ ഇല്ലാതായി. 59 മരണം. 11 പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. ചൂരൽമലയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും കവളപ്പാറ ഒരു തീരാവേദനയായി നമുക്ക് മുന്നിൽ ഇന്നും നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചിലത് ഈ അവസരത്തിലും ഓർക്കേണ്ടതുമുണ്ട്. ആ ദുരന്ത ചിത്രങ്ങൾ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തവർക്കും പറയാനുണ്ട് കവളപ്പാറയിലെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളെ പറ്റി. കവളപ്പാറയെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത കുറേ അധികം അനുഭവങ്ങൾ, ഓർമ്മകൾ എന്നതിനപ്പുറം അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ ദുർഘടമായ അവസ്ഥയിലായിരുന്നു കവളപ്പാറ എന്നുണ്ടായിരുന്നത്. അവിടേക്ക് കൃത്യമായി എത്താൻ സാധിക്കുന്നില്ല. വഴി മുഴുവൻ ചെളിയടിഞ്ഞിരിക്കുന്നു. അവിടെ ഒത്തുകൽ ആ ഭാഗത്തേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാർന്നൊരു പ്രദേശമായിരുന്നു. അവിടെ എത്തി കാണുന്നത് മുത്തപ്പൻകുന്ന് അപ്പാടെ ഇങ്ങനെ ഇടിഞ്ഞു വന്ന് ഒരു പ്രദേശത്ത് ഒരു 50-60 വീടുകൾ പൂർണ്ണമായും ഒരു പാടത്തിന്റെ കരയ്ക്ക് മുത്തപ്പൻകുന്നിന്റെ അടിവാരത്തിലാണ് ഈ 50ഓളം വീടുകൾ ഉണ്ടായിരുന്നത്. ആ വീടുകൾ പൂർണ്ണമായും എവിടെയാണ് വീടുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. എല്ലായിടത്തും ചെളി അടിഞ്ഞ് ഈ ചെളിയുടെ മണം ഇങ്ങനെ വമിക്കുന്ന ഒരു ഏരിയ. രക്ഷാപ്രവർത്തകർ, സൈന്യമൊക്കെ ഇങ്ങനെ ഊർജിതമായി അവർ ഇങ്ങനെ തിരക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കണ്ട എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട ആളുകളായിരുന്നു. ഒരു 2 ദിവസം നമ്മൾ ഈ പറഞ്ഞ ഉയർന്ന പ്രദേശത്ത് നിന്നാണ് ഇത് മുഴുവൻ ഇങ്ങനെ കവർ ചെയ്തു. താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഉയർന്ന പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഇതെല്ലാം ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം സൈന്യം നമ്മൾ നിന്നിരുന്ന ഈ ഉയർന്ന കുന്നിന്റെ ആ പ്രദേശം അവിടേക്ക് തിരിച്ചിരിക്കും. അപ്പൊ അവിടെ അവരിങ്ങനെ JCB ഉപയോഗിച്ച് പണ്ട് മാറ്റുമ്പോൾ ഒരു കോൺക്രീറ്റ് മേൽക്കൂര അപ്പാടെ ഇങ്ങനെ മണ്ണിനടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ മേൽക്കൂര അവർ ഉയർത്തുന്ന ആ ദൃശ്യം അത് ഏറെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. നിലമ്പൂരിലെ MLA PV അൻവർ ആ സമയത്ത് കവളപ്പാറയിലേക്ക് പോകുന്നൊരു വാർത്ത കിട്ടി. അവിടെ എന്തോ ചെറിയ ദുരന്തം ഉണ്ടായി എന്നതായിരുന്നു ആദ്യം ലഭിച്ച ഒരു റിപ്പോർട്ട്. പിന്നീടാണ് അതിൻ്റെ ആഴം വ്യക്തമായത്. അവിടെ പോകുമ്പോൾ ഉണ്ടായ നമുക്ക് എന്താ പറയുക, അത് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും മണ്ണിനടിയിൽ നിന്നും ഓരോ ആളുകളുടെ മൃതദേഹം ലഭിച്ചുകൊണ്ടിരുന്നു. 58 പേരായിരുന്നു ആ ഒരു ദുരന്തത്തിൽ മരിച്ചത്. അങ്ങനെ ഒടുവിൽ 48 പേരുടെ മൃതദേഹം ലഭിച്ചു. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയ വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും അങ്ങോട്ട് ആ സമയത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. കാരണം നടക്കുന്നതിനൊക്കെ അടിയിൽ മനുഷ്യർ ഉണ്ടോ എന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ കാരണം റിപ്പോർട്ടർമാരാണെങ്കിൽ പോലും ഞങ്ങളും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരന്ത മുഖത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും വളരെ വലിയ രീതിയിൽ തന്നെ മനസ്സിനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കും. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്കണം, അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ എത്തിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ മാനസികമായിട്ടുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ ആഘാതം ഉണ്ട്. അതെല്ലാം തന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. എത്തുമ്പോൾ ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം റോഡ് സൈഡിൽ തന്നെ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ 4 വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുന്ന് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുവന്ന മണ്ണ് മാത്രം കവർ ചെയ്ത് കിടക്കുന്ന ഒരു പ്രദേശം, വേറൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു സാധാ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് വിചാരിച്ചത്. അവിടെ എത്തി നമ്മൾ വിഷ്വൽസ് എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡികൾ കണ്ടുകിട്ടുന്നു.
ഇങ്ങനെയുള്ള നമ്മൾ നിന്ന സ്ഥലത്തു നിന്നാണ് വിഷ്വലെടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ സംഘം വന്നിട്ട് നമ്മളതിനെ മാറ്റുന്നു, അവിടെ തിരയുന്നു, അവിടുന്ന് ഒരു ബോഡി കിട്ടുന്നു. ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകൾ സമ്മാനിച്ചൊരു ദുരന്തമായിരുന്നു കവളപ്പാറ ദുരന്തം. കവളപ്പാറ ദുരന്തത്തിൻ്റെയും 5 ആണ്ട് തികയുകയാണ്. ഓരോ ദുരന്തവും ഓരോ പാഠങ്ങളാണ്, ചില ഓർമ്മപ്പെടുത്തലുകൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിസോണൽ കൃഷ്ണാജനം, വയനാട്. സോണൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ദുരന്തങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. പക്ഷെ ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? പാവം ജനം ഇതോർത്ത് കരയുക എന്നല്ലാതെ. എന്തായാലും സമയം 8 കഴിയുന്നു. പ്രധാന വാർത്തകൾ ഒന്ന് കണ്ടുവരാം. ഇതുവരെയുള്ള ഒളിമ്പിക്സ് അയോധ്യയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട്. ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നും പ്രഖ്യാപനം. അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ കായിക കോടതി വിധി ഇന്ന്. അനുകൂലമെങ്കിൽ വെള്ളി മെഡൽ പങ്കിടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 10ാം നാൾ തിരച്ചിൽ. സൺറൈസ് വാലി കേന്ദ്രീകരിച്ച ഇന്ന് കൂടുതൽ പരിശോധന. തിരച്ചിലിന് കെടാവർ നായ്ക്കളും. ദുരന്തത്തിൽ മരണം 414. മലയിറങ്ങിയ ദുരന്തത്തിന് ഇന്ന് 5 ആണ്ട്. സമാനതകളില്ലാത്ത ദുരന്തം വിതച്ചുപോയ കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടലുകളിൽ നഷ്ടമായത് 17 ജീവനുകൾ. ദുരന്ത ഭൂമിയിൽ ഇനിയും കണ്ടെത്താനാകാതെ നിരവധി ജീവനുകൾ. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ. വഖഫ് ബോർഡുകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കൽ, വഖഫ് ഭൂമിയുടെ കൃത്യമായ രജിസ്ട്രേഷനുമായാണ് പുതിയ ഭേദഗതി. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് സത്യപ്രതിജ്ഞ ഇന്ന്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ 18 അംഗങ്ങൾ. സമാധാനാഹ്വാനവുമായി പ്രസിഡന്റ്. ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ കുത്തനെ ഇടിയുന്നുവെന്ന് പഠന റിപ്പോർട്ട്. തലസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. 6 പേർ ചികിത്സയിൽ. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഠനം നടത്താൻ ICMR. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണം നിലനിർത്താൻ നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഫൈനൽ മത്സരം രാത്രി 11:55. ഹോക്കിയിൽ ചരിത്ര നേട്ടത്തോടെ പടിയിറങ്ങാൻ മലയാളി താരം ശ്രീജേഷ്. വെങ്കല മെഡൽ പോരാട്ടത്തിൽ എതിരാളി സ്പെയിൻ. അപ്പോൾ അടുത്ത ഭീഷണി അല്ലേ? ഓരോ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതും മാരകമായ രോഗങ്ങൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കാനിടയായ സാഹചര്യം ICMR പഠിക്കും. ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ICMR ഇടപെടൽ. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച 6 പേരാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. രോഗലക്ഷണങ്ങളോടെ 2 പേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. രോഗം സ്ഥിരീകരിച്ച 5 പേർക്കും നെയ്യാറ്റിൻകര കാവിൻകുളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. രശ്മി കാർത്തിക ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായിട്ട്. രശ്മി, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ മാരകമായ രോഗമാണിപ്പോൾ തലസ്ഥാനത്തും ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ ചികിത്സയിലാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ICMR പഠനം നടത്തുവാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ രശ്മി, ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, മുൻകരുതലുകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ എന്താണ്? രോഗം ലഭിക്കുന്നത് എങ്ങനെ, പകരുന്നത് എങ്ങനെ, ഇതിനൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ രശ്മി?
പ്രദീപ്, ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക ഒരു മാനദണ്ഡമൊക്കെ പുറത്തിറക്കിയിരുന്നു. അതായത് ഈ പായൽ പിടിച്ചു കിടക്കുന്ന കുളങ്ങളിലൊന്നും തന്നെ കുളിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശം എല്ലാവരും പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഞാൻ ഇപ്പോഴുള്ളത് നെല്ലിമൂടുള്ള കാവിൻകുളത്തിലാണ്. നമ്മൾ ഈ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന കുളമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ നേരത്തെ ഇവിടെ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ അമീബിക്കിന്റെ സാന്നിധ്യം ഈ കുളത്തിൽ ഇതുവരെ കൃത്യമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ ഈ നാട്ടുകാർക്കൊന്നും അതിലൊരു വ്യക്തതയില്ല. 40ഓളം പേർ ഇപ്പോൾ നിലവിൽ നിരീക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ പ്രദേശമാകെ ഉപയോഗിക്കുന്ന ഒരു കുളമായിരുന്നു ഇത്. സംസ്ഥാനത്ത് ഇതുവരെ ആകെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് 15 പേർക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അഖിൽ രോഗം ബാധിച്ച് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അഖിലിന്റെ കാര്യം എടുത്താൽ തന്നെ അഖിൽ പല ആശുപത്രികളിൽ ചികിത്സ തേടി. ആദ്യം ഈ തലവേദന ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിരുന്നു. അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോയി. ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഒടുവിൽ സ്ഥിരീകരിക്കുകയും പിന്നീട് മരണപ്പെടുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിൽ ഇത്രത്തോളം ദിവസങ്ങൾ എടുത്തു ഈ രോഗം സ്ഥിരീകരിക്കാൻ എന്നുള്ളത് തന്നെ ഒരു വീഴ്ചയായി കാണേണ്ടിയിരിക്കുന്നു. പല ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടും ഈ രോഗം സ്ഥിരീകരിക്കുന്നതിൽ വലിയ ഗുരുതരമായിട്ടുള്ള കാലതാമസം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് അതുമായി സമ്പർക്കം പുലർത്തിയവർക്കൊക്കെ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടി അവരെ ചികിത്സയെ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 6 പേരിൽ 2 പേരുടെ നില കുറച്ച് പ്രശ്നമാണ് എന്നുള്ളതാണ് ഡോക്ടർമാരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. മാത്രമല്ല നെല്ലിമൂടുള്ള 2 പേർ കൂടി നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഈ രീതിയിൽ സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായി തുടരുകയാണ്. ഇതുവരെ 15 പേർക്ക് സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായി മാത്രം മറ്റിടങ്ങളിൽ സ്ഥിരീകരിക്കുന്ന ഒരു രോഗമാണ് ഇത്രത്തോളം പേർക്ക് കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ഒരു പഠനം നടത്തേണ്ടിയിരുന്നതാണ്. അതിലും കാലതാമസം ഉണ്ടായി. ഇപ്പോൾ ഈ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ICMR പഠനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം വിശദമായി എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു പഠനം നടത്താൻ ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തെ ഒരു 40ഓളം പേർ ദിനം പ്രതി ഈ കുളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അലക്കുന്നതിനും മൃഗങ്ങളെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുളമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാവിൻ കുളം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ആളുകൾ ഈ പുകയോ പൊടിയോ മറ്റോ ഈ വെള്ളത്തിൽ ചേർത്ത് വലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. ഏതായാലും ഒരു വിശദമായ ഒരു പഠനം ഈ കാര്യത്തിൽ ICMR സംഘം നടത്തും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശമാകെ ഒരു ഭീഷണിയിലാണ്. എല്ലാവരും ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. ഈ കുളത്തിൽ നിന്നും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും കുളം ഉപയോഗിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിട്ടൊരു കാര്യമാണ്. രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് അറിയിക്കണം എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പായലോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതോ ആയിട്ടുള്ള വെള്ളങ്ങളിൽ കുളിക്കാൻ പാടില്ല. സ്വിമ്മിംഗ് പൂളുകളിലാണെങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ട് വേണം. അത് കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് തലയിൽ ഏതെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയകൾ, അതായത് ചെവിക്കോ തലയിലോ മൂക്കിലോ എന്തെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്കായിരിക്കും വളരെ പെട്ടെന്ന് ഈ അമീബ അകത്തേക്ക് കയറുക. അതുകൊണ്ട് അത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ആളുകളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലാണ് തുടക്കത്തിലൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ചെറിയ കുട്ടികളിലാണ് ഈ മൂക്കിലൂടെ ഇത് വളരെ പെട്ടെന്ന് അകത്തേക്ക് കയറുക. പക്ഷേ ഇപ്പോൾ ഇത് മുതിർന്ന ആളുകളിലും സ്ഥിരീകരിക്കുന്നു. ഈ അഖിൽ എന്ന് പറയുന്ന ആളുകളും മറ്റുള്ളവരും ഒക്കെ തന്നെ 24-25 ആ പ്രായമുള്ളവരാണ്. അതുകൊണ്ട് ഈ കുറച്ചുകൂടി പ്രായമുള്ളവരിലേക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് സ്വാഭാവികമായി അത്തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പക്ഷെ എന്തുകൊണ്ട് അത്തരത്തിൽ മുതിർന്നവരിലേക്കും
രോഗം ബാധിക്കുന്നു. ഇനി ഒരാൾ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ ഈ നെല്ലിമൂട് സ്വദേശിയല്ല, അയാൾ പേരൂർക്കട സ്വദേശിയാണ്. അയാൾക്ക് എവിടെ നിന്നാണ് ഈ രോഗം കിട്ടിയത് എന്നുള്ളൊരു കാര്യത്തിൽ ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിലും ആരോഗ്യ വകുപ്പിനൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അയാൾക്ക് കുറച്ചുകൂടി ഭേദമായതിനു ശേഷം വിവരങ്ങൾ ചോദിച്ചറിയാം എന്നുള്ളൊരു രീതിയിലേക്കാണ് ആരോഗ്യ വകുപ്പ് എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് തന്നെ 7 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകെ 15 പേർക്ക് സ്ഥിരീകരിച്ചതിൽ തന്നെ 2 പേരാണ് രോഗം ഭേദമായവരെ ഡിസ്ചാർജ് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ രോഗം സ്ഥിരീകരിക്കുന്നതിൽ ഉള്ള കാലതാമസം, അത് പല ആശുപത്രികളിലൊക്കെ ചികിത്സ തേടി ഇതിന്റെ ലക്ഷണങ്ങൾ തലവേദന, ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടമാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഏതായാലും ഇത്തരത്തിൽ രോഗം തുടർച്ചയായി സ്ഥിരീകരിക്കുന്നത് വലിയൊരു ആശങ്കയാണ്. ഏതായാലും ഉറവിടം ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ധാരാളം പ്രേക്ഷകരും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാവരും തന്നെ എത്തിയിട്ടുമുണ്ട്, എല്ലാം കാണുന്നുമുണ്ട്. സമയക്കുറവ് മൂലമാണ് എല്ലാവരിലേക്കും എത്താത്തത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കമൻറ്റ് വന്നത്, ഒഴുക്ക് നഷ്ടപ്പെടുന്ന ഏത് ജലാശയത്തിലും രാജേഷിൻ്റെയാണ് ബാക്ടീരിയ ഉണ്ടാകുന്നു, അഴുക്കുകൾ അടിഞ്ഞുകൂടുന്ന ജലാശയങ്ങൾ. ഇത് ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുന്നത് ഈ നഗരസഭയുടെ ഒരു കെടുകാര്യസ്ഥതയിലേക്കാണ്. ഇപ്പോൾ നഗരസഭയായാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും ഓടകൾ വൃത്തിയാക്കുന്നു എത്രത്തോളമുണ്ട്, മാലിന്യം നീക്കം ചെയ്യുന്ന എത്രത്തോളമുണ്ട്, മാലിന്യ സംസ്കരണം എങ്ങനെ, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. ഓരോ ദുരന്തം, ഓരോ മഹാമാരി വരുമ്പോൾ പിന്നീട് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇറങ്ങുക, അതേ ചൊല്ലി വാദപ്രതിവാദം നടത്തുക, ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറുക, ഇതിനൊരു മാറ്റം. ഇത് ഇങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. അതിനും ഒരു പരിധിയുണ്ട് എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. മറ്റൊരു പ്രധാന വാർത്ത, ദിവസങ്ങളായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്? ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പൊതുധാര, മെയിൻ സ്ട്രീം എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ വരുന്ന ഒരു നാരറ്റീവും റിപ്പോർട്ടിങ്ങും ഒക്കെ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല. ഞാൻ പല സദസ്സുകളിലും പോയിരുന്നു, പലയിടത്തും വന്നൊരു ചർച്ച. യഥാർത്ഥത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഹൈക്കോടതി വിധി ഉണ്ടായെന്നും അതേ ചൊല്ലി ആഭ്യന്തര കലാപം ഉണ്ടായെന്നും അതുപോലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങി അല്ലെ, ഇങ്ങനെയൊക്കെ മാത്രമാണ് പുറം ലോകം അറിയുന്നത്. അപ്പോൾ വളരെ ബാലൻസ്ഡ് ആണല്ലോ റിപ്പോർട്ടിംഗ്. നമ്മൾ ഈ ബാലൻസ് കീപ്പ് ചെയ്യാനാണല്ലോ പലപ്പോഴും സത്യം മറച്ചു വയ്ക്കുന്നത്. എന്തായാലും അത്തരം ബാലൻസ്ഡ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഇടമല്ല. കൃത്യമായി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭമാണെങ്കിൽ എന്തിനാണ് ഇത്രയധികം ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ഒഴിയാനാണ് ശ്രമിക്കുന്നത്. ഹിന്ദു എന്ന് പറയാൻ എന്തോ ഒരു മടിയുള്ളതുപോലെ. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഭാരതം വിഭജിച്ചു പോയപ്പോൾ അവിടെ ആയിപ്പോയി. അതല്ലെങ്കിൽ അവിടെയും സമാധാനമായി ജീവിക്കാം എന്ന് ധരിച്ചു പോയ ഹിന്ദുക്കൾ. അപ്പോൾ ഈ പ്രക്ഷോഭം ആർക്കെതിരെയായിരുന്നു? പ്രധാനമന്ത്രിക്കും സർക്കാരിനും ഒക്കെ എതിരെ ആയിരുന്നു എങ്കിൽ എന്തിനാണ് അവർക്ക്? അതിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കൂട്ടായ്മയിൽ കേട്ടൊരു വിശേഷം, ഇസ്കോണിന്റെ ക്ഷേത്രം ആക്രമിച്ചു, അത് കത്തിച്ചു എന്നുള്ളതാണ്. ആ ഇസ്കോണിന്റെ ഇവർ കത്തിച്ച ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചാണ് ദിവസേന അന്നദാനം നടത്തിയിരുന്നത്. അവിടെ ചെന്ന് ധാരാളം പാവപ്പെട്ടവർ ഭക്ഷണം കഴിച്ചിരുന്നു. അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഉണ്ടായിരുന്നതും. അതെ, അതുകൂടെ നമ്മൾ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആർക്കെതിരെയാണ് ഈ കലാപം? ആർക്കെതിരെയാണ് ഈ തീവ്രവാദ പ്രവർത്തനം? അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാർത്തയുണ്ട് ഗൗതം തയ്യാറാക്കിയത്. ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ കുത്തനെ ഇടിയുന്നു. ഭാരത വിഭജന കാലത്ത് 27% ഹിന്ദു ജനസംഖ്യ ഇന്ന് കേവലം 7%. 30 വർഷം കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പോലും അവശേഷിക്കില്ലെന്ന് പഠന റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു. 1947 രാഷ്ട്ര വിഭജന കാലത്ത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ 28%. 1971 ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് അത് 20%-ൽ താഴെയായി. 2022 അവസാന സെൻസസ് പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ 7.95% ചുരുങ്ങി. വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയോ മതം മാറുകയോ ചെയ്തിരിക്കുന്നു. ധാക്ക സർവകലാശാലയിലെ അധ്യാപകനായ പ്രൊഫസർ അബ്ദുൾ ബറാക്കത്തിന്റെ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് 2050 ആകുമ്പോഴേക്കും
ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പോലും അവശേഷിക്കില്ല എന്നാണ് പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് റിഫോമിംഗ് അഗ്രികൾച്ചർ ലാൻഡ് വാട്ടർ ബോഡീസ് ഇൻ ബംഗ്ലാദേശ് എന്ന പുസ്തകത്തിൽ ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് എങ്ങനെ ഇല്ലാതാകുന്നുവെന്ന് അബ്ദുൽ ബറാക്കാത്ത് വിശദീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ബീഗം ഖാലിദാസിയുടെ ഭരണകാലത്താണ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഏറ്റവും അധികം അതിക്രമം നടന്നത്. ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദുക്കൾ നേരിടുന്ന നീതി നിഷേധത്തെപ്പറ്റി തസ്ലീമ നസ്രീനെ പോലുള്ള എഴുത്തുകാർ ലോകത്തെ അറിയിച്ചു. സത്യം വിളിച്ചു പറഞ്ഞ തസ്ലീമ നസ്രീന് ഒടുവിൽ ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നു. ഇന്ത്യ അനുകൂല നിലപാടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഇപ്പോഴത്തെ പതനം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്കായി ഭാരത സർക്കാർ ഇടപെടണം എന്ന വികാരം ശക്തമാകുന്നത്. ജനം, ഡൽഹി. ഗൗതം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഇതാണ് ഇവിടെ സ്ഥിരം കാണുന്ന നരേറ്റീവുകളുടെ ആ കള്ളം, ആ കള്ളി ഒക്കെ പൊളിക്കുന്ന, ആ കള്ളി വെളിച്ച് താക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു സംഗതിയുമാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ, അവരുടെ ലക്ഷ്യം എന്താണ്? കേവലം ഒരു ഖാലിദാസിയെ അവിടെ നിന്ന് ഓടിക്കുകയാണ്, നാട് കടത്തുകയായിരുന്നോ ഈ പ്രക്ഷോഭത്തിന്റെ പ്രക്ഷോഭം എന്ന് പോലും ഇതിനെ വിളിക്കാൻ കഴിയുമോ? ഗൗതം. പ്രദീപ് പിള്ള, അവിടെ ആഭ്യന്തര സംഘർഷം രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവാമി ലീഗും ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷമാണ് നടക്കുന്നതെങ്കിലും ആ സംഘർഷത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിനെ കുറച്ചുകൂടി ഒരു തീവ്ര ഇസ്ലാമിക രാജ്യം, അതായത് നിലവിൽ ബംഗ്ലാദേശ് ഒരു മുസ്ലിം റിപ്പബ്ലിക്കാണ്, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെയുള്ള 57 ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ്. പക്ഷേ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ ആവശ്യം എന്നത് അങ്ങനെയും പോരാ, മറിച്ച് ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊന്നുമില്ലാത്ത 100% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമായി ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിനും, അല്ലെങ്കിൽ വർഷങ്ങളായി ബംഗ്ലാദേശിൽ വിവിധ പേരുകളിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളുടെ എല്ലാം ഏതാണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം നേരത്തെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷ വിഭാഗം എന്നത് ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ബംഗ്ലാദേശിൽ ഏറ്റവും അധികമുള്ളത് ഹിന്ദു ജനവിഭാഗമാണ്. കാരണം മുൻപ് അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന രാജ്യമായിരുന്നു. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാവുന്നതാണ്. 1947 രാഷ്ട്ര വിഭജനവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് പാകിസ്ഥാനുകൾ, ഭാരതത്തിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി പാകിസ്ഥാൻ രൂപപ്പെടുന്നത്. അന്ന് ഇന്നത്തെ ബംഗ്ലാദേശായിട്ടുള്ള ബംഗാളി സമൂഹമുള്ള, അല്ലെങ്കിൽ ബംഗാൾ സംസാരിക്കുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്ന ആ ബംഗ്ലാദേശിൽ, അല്ലെങ്കിൽ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ എന്നത് ഏതാണ്ട് 28% മുകളിലായിരുന്നു. അതായത് വലിയൊരു ജനസംഖ്യ. ഇന്ത്യയിലുള്ള മുസ്ലിം ജനസംഖ്യ 14ആണ്. പക്ഷെ അന്നത്തെ കാലത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 28% മുകളിലായിരുന്നു. പിന്നീട് 1971 എത്തുമ്പോൾ അത് 20% താഴേക്ക് മാറുന്നു. അതായത് ആ കാലഘട്ടത്തിലാണ് ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുന്നത്. തുടർച്ചയായ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഹിന്ദുക്കൾ ധാരാളമായി അവിടെ കൊല്ലപ്പെടുകയോ മതം മാറ്റുകയോ ചെയ്തു. അതിനുശേഷം ഓരോ ബംഗ്ലാദേശിലെ സെൻസസുകൾ എടുക്കുമ്പോൾ ഹിന്ദു ജനസംഖ്യ കുത്തനെ ഇടിയുകയാണ്. ഏറ്റവും ഒടുവിൽ 2022 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം നിലവിൽ അവിടുത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 7.95% ചുരുങ്ങുന്നു. അതാണ് ഈ അബ്ദുൽ ബറാക്കത്തിനെ പോലെയുള്ള മുതിർന്ന പ്രൊഫസർമാർ, ധാക്ക യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ലോക നിലവാരമുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ ധാരാളം വിറ്റഴിക്കപ്പെടുന്നതാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് ഒരു 2045-നും 50-നും ഇടയിലേക്ക്, അതായത് ഒരു 25-30 വർഷങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ബംഗ്ലാദേശ് ഒരു പൂർണ്ണ മുസ്ലിം രാജ്യമായി ഒരു മതന്യൂനപക്ഷക്കാരൻ പോലും, പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ പോലും ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല എന്നാണ് ഒരു മുസ്ലിമായിട്ടുള്ള അധ്യാപകൻ, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിലവാരം പുലർത്തുന്നതാണ് ഈ അബ്ദുൽ ബറാക്കാത്ത് എന്ന ധാക്ക സർവകലാശാലയിലെ പ്രൊഫസർ. അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് 30 വർഷം കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പോലും അവശേഷിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം ജിഹാദി സംഘടനകൾക്കുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കലാപമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കലാപത്തിന്റെ അടിസ്ഥാനം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ അനുകൂലമായ ഒരു സർക്കാരാണ് അവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. അവാമി ലീഗിനെ സംബന്ധിച്ചിടത്തോളം
അവരും തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ബീഗം കാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ തമ്മിൽ ഭേദം അവാമി ലീഗാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. മാത്രമല്ല അവർക്കൊരു ഇന്ത്യ അനുകൂല നിലപാടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷെയ്ഖ് ഹസീനയും ഒക്കെ മികച്ച രീതിയിൽ നയതന്ത്ര ബന്ധം അവർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപത്തിന്റെ അടിസ്ഥാനം അവിടെ ഒരു ഇന്ത്യ വിരുദ്ധമായ സർക്കാരിനെ രൂപപ്പെടുത്തുക, അതിലൂടെ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗത്തെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക, കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഇസ്ലാമിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് പ്രഷർ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഒരു 100% മുസ്ലിങ്ങൾ മാത്രമുള്ള തീവ്ര ഇസ്ലാമിക രാഷ്ട്രമായി, അതായത് അഫ്ഗാനിസ്ഥാനൊക്കെ പോലെയുള്ള ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന ഒരു രാജ്യമായി നിലവിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ബംഗ്ലാദേശിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ കലാപത്തിന് പിന്നിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രദീപ് പിള്ള. ശരി, ഏതായാലും ബംഗ്ലാദേശിലേക്ക് ഭാരതത്തിന് ഉറ്റുനോക്കാതിരിക്കാൻ ആവില്ല. കാരണം കേവലം ഒരു ആഭ്യന്തര കലാപമായി, ആഭ്യന്തര യുദ്ധമായി അതിനെ കാണാൻ ഭാരതത്തിന് എന്തായാലും കഴിയില്ല. ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം ഗൗതം തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം ഉള്ളവർ ആഭ്യന്തര മന്ത്രിയുമായും വിദേശമന്ത്രിയുമായും ഒക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള കെൽപ്പ് ഭാരതത്തിനുണ്ടെന്ന് അവിടെയുള്ള ഇത്തരം ശക്തികൾ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇനി ബംഗ്ലാദേശിന്റെ ഭാവി എന്താണ് എന്നുള്ളതാ അല്ലേ? അതെ, ഇന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലാണ് ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നത്. എന്തായാലും അതും കൂടെ ഗൗതത്തിൽ നിന്ന് നമുക്ക് അറിയാം. ഗൗതം, എന്തായാലും ഇടക്കാല ഒരു സർക്കാർ വേണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനസിന് പ്രധാനമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ്, അതിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളത്. എപ്പോഴായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്? രജനി, ഇന്ന് വൈകുന്നേരമാണ് നിലവിൽ ഇത്തരത്തിൽ പുതിയ സർക്കാരിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നാണ് പട്ടാള മേധാവി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. നേരത്തെ രജനി ചൂണ്ടിക്കാണിച്ചതുപോലെ മുഹമ്മദ് യൂനിസ് എന്ന നോബൽ ജേതാവിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേൽക്കുന്നത്. 15 അംഗ മന്ത്രിസഭയാകും ഇന്ന് ചുമതല ഏൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 400 പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് സൈന്യം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ സംഘർഷം പൂർണ്ണമായും അയവ് വന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും അവാമി ലീഗ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ഒപ്പം സൈന്യവും ഈ കലാപം നടത്തുന്നവരും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടക്കുകയാണ്. ഏതാണ്ട് 13 ജില്ലകളിൽ കലാപം അതിശക്തമായി വ്യാപിച്ചു. അതിനിടയിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക അക്രമം, സ്ത്രീകൾക്ക് നേരെ അക്രമം നടക്കുന്നുണ്ട്. ഒപ്പം ക്ഷേത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ സംഘർഷം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഇടക്കാല സർക്കാർ അവിടെ അധികാരമേൽക്കാൻ പോകുന്നത്. ഉടൻ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം അടുത്ത കാലത്താണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വർഷം ആദ്യം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ബീഗം കാളിദാസിയും അതോടൊപ്പം അവരുടെ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കുറേ നാളുകളായി അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ്. 2014-ലും 2019-ലും പൊതു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബഹിഷ്കരിച്ചതാണ്. ഈ തവണയും അവർ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിരുന്നില്ല. ഈ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എന്ന വാദമാണ് പ്രതിപക്ഷ പാർട്ടികളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ഇനിയും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകും. അത് വലിയ ആശങ്കയോട് കൂടിയാണ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതാണ്, ഈ ബീഗം കാളിദാസിയ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ഹിന്ദു നരഹത്യയ്ക്ക് ബംഗ്ലാദേശ് വേദിയായിട്ടുള്ളത്. അങ്ങനെ ഒരു സർക്കാർ വീണ്ടും അവിടെ അധികാരത്തിൽ എത്തുമോ എന്ന ആശങ്കയാണ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കുള്ളത്. ഗൗതം, ഇതിന്റെ തുടർ വാർത്തകൾ, തുടർ ഡെവലപ്മെന്റ്സ് നോക്കിക്കൊണ്ടേ ഇരിക്കുക. കാര്യം ഭാരതത്തിന് അത് നോക്കാതിരിക്കാൻ ആവില്ല എന്ന് പറഞ്ഞതുപോലെ തിരികെ എത്താം വരും മണിക്കൂറുകളിലേക്ക്. വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോയി വരാം. മിഥുൻ ആണ് ചേരുന്നത് അല്ലേ? ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് 10ാം ദിവസവും തുടരും. ഇന്നലെ മൃതദേഹ ഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം. തിരച്ചിലിന് കടാവർ നായകളും ഉണ്ടാവും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിലുണ്ടാവും. മിഥുൻ, ഇത്ര സമയം കൊണ്ട് ഈ തിരച്ചിൽ തീർക്കാനാകും എന്ന് ആർക്കും പറയാനാവാത്ത ഒരു അവസ്ഥയാണ്. അവിടുത്തെ തിരച്ചിൽ തുടങ്ങി. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനം, അതിൻ്റെ ഏതാനും വിവരങ്ങൾ മനോജ് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്തയാണുള്ളത്? സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചോ?
പ്രദീപുള്ള ഈ ബൈലി പാലത്തിൽ കൂടി പ്രവർത്തനത്തിന് രക്ഷാദൗത്യത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയെല്ലാം ഇപ്പോൾ അങ്ങോട്ടേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൽ പുഞ്ചിരിവട്ടം അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ ബെയിലി പാലത്തിൽ കൂടെ മുകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും ഇപ്പോൾ രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും, തെരച്ചിലുകൾ ആരംഭിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുമുണ്ട്. ഇന്ന് പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്നും ഉണ്ടാവുക. 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ, ഒപ്പം തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള റഡാർ സംവിധാനങ്ങളും കടാവർ നായകളും മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള കുഴികളൊക്കെ എടുത്തുകൊണ്ട് സൂക്ഷ്മമായ ഒരു പരിശോധനയാണ് ഇന്നും നടത്തുക. ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തിയത്. 2 ദിവസം മുൻപ് തന്നെ റഡാർ പരിശോധനയിൽ പല ഭാഗങ്ങളിലും മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ട്, മനുഷ്യ ശരീരം മണ്ണിൽ പൂണ്ട് കിടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വലിയ ആഴത്തിലുള്ള കുഴികൾ എടുത്തും ആ പ്രദേശത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം, ചൂരൽമല അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ റഡാർ സിഗ്നലുകളും ഒപ്പം തന്നെ കടാവർ നായകൾ മനുഷ്യ ശരീരത്തിന്റെ സൂചനകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലാണ് വ്യാപകമായി 35-40 അടിയൊക്കെ താഴ്ചയുള്ള കുഴികൾ എടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടരും. അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങൾ അതിനുവേണ്ടി ബെയിലി പാലത്തിലൂടെ രക്ഷാപ്രവർത്തകരെ അടക്കം കടത്തിവിട്ടു എന്നുള്ള വാർത്തയാണ് മിഥുൻ മുരളി അവിടെ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. ഇനി നമുക്ക് ഈ സോഷ്യൽ സ്കൂപ്പിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് അധികം വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിനയ് ഫോഗട്ട്, ഒപ്പം ബംഗ്ലാദേശ്, വഖഫ്, അങ്ങനെ നിരവധി വാർത്തകൾ ഈ സോഷ്യൽ സ്കൂപ്പിൽ നമുക്ക് കാണാം. അതിലേക്ക് സോഷ്യൽ സ്കൂപ്പ് തുടരുകയാണ്. പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ ഒരു ഇടവേളയായിരുന്നു പുത്തൻപുലരിക്കും അതുപോലെ തന്നെ സോഷ്യൽ സ്കൂപ്പിനും. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. ആദ്യമുള്ളത് ഭിഖു മാത്രേ, അതായത് മുംബൈ ചാ ഡോൺ എന്നുള്ള ട്വീറ്റ് ഹാൻഡിൽ നിന്നുള്ള എക്സ് പോസ്റ്റാണ്. വഖഫ് അമെൻഡ്മെൻറ്റ് വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം, ഇതിലുള്ള വ്യവസ്ഥകളാണ് അദ്ദേഹം ആ ട്വീറ്റിലൂടെ ലിസ്റ്റ് ചെയ്യുന്നത്. വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം അംഗങ്ങളുണ്ടാവും. സർവേ നടത്തും, ക്യാരിഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ തന്നെ ഒരു സർവേ വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വഖഫ് ടു ലോസ് ട്രൈ ടു ഡിസൈഡ് വെദർ എനി പ്രോപ്പർട്ടി ഈസ് വഖഫ് അസറ്റ് ഓർ നോട്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ വളരെ പ്രധാന കാര്യം ഏതാണ് വഖഫിന്റെ ഭൂമി എന്നുള്ളത് വഖഫ് ബോർഡ് തന്നെ അങ്ങ് തീരുമാനിക്കുന്ന മാറ്റിയിട്ട് ജില്ലാ കളക്ടർക്ക് വിട്ടുകൊടുക്കുന്നു. എന്തായാലും വഖഫ് ബോർഡ് വെൽക്കം. അതിനെ പല്ലില്ലാത്ത എന്തായാലും അത് നോക്കാം. അടുത്ത് നോക്കാം. കർണാടക ഉപമുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ വളരെ ഗംഭീരമായ ഒരു പ്രസംഗവും ഒരു അവകാശവാദവും നടത്തി. എല്ലാ അമ്മമാർക്കും മാസം 1000-2000 രൂപ ഗൃഹലക്ഷ്മി പദ്ധതി അനുസരിച്ച് നൽകുന്നു. അവിടെ നിന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി അവിടെ തന്നെ ജനക്കൂട്ടം വിളിച്ചു പറയുന്നു, ഇല്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം ഈ പറയുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. അടുത്ത് നോക്കാം. ഇത് സഞ്ജു വർമ്മയുടേതാണ് അല്ലെ? വിനേഷ് ഫോഗട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി നിൽക്കുന്നത്. അതിലൊക്കെ പ്രധാനം വിനേഷ് ഫോഗട്ട് പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഭാരതം കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് കായിക താരങ്ങൾക്ക്, കായിക ലോകത്തിന്. അതല്ല എന്ന് പറയുന്നവരെ ബേവക്കൂഫ് എന്നാണ് ഈ ഒരു എക്സ്പോസ്റ്റിൽ വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നത് ഇപ്പോൾ ഈ ഇന്നലെ മുതൽ തന്നെ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കൂടെ എടുത്ത് നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചത് വളരെ അനിവാര്യമായ ഒരു സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അടുത്ത് നോക്കാം. ഇത് ജോൺസിൻ്റെ ഒരു എക്സ്പോസ്റ്റാണ്. മനു ഭാക്കർ, അർജുൻ ബാബുത്ത, ധീരജൻ അങ്കിത, അനന്ത്ജീതൻ മഹേശ്വരി, ലക്ഷ്യ സെൻ, മീരാഭായ് ചാൻ ഇവരെല്ലാവരും ഒളിമ്പിക്സിൽ 4ാമത് ഫിനിഷ് ചെയ്തു എന്നാണ്. പാരീസ് ഒളിമ്പിക്സ് ആർ ഓൾ അബൌട്ട് ഹാർട്ട് ബ്രേക്സ് ഫോർ ഇന്ത്യ.
തൊട്ടില്ല എന്നുള്ള മട്ടിൽ ഇതിനപ്പുറം ഒരു തുടൻ ഇല്ല അല്ലേ. 4ാം സ്ഥാനത്ത് ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് മെഡൽ നേട്ടം ഉണ്ടാകുമെന്ന് ഈ പറഞ്ഞ എല്ലാ ആളുകളിലും. അതിനൊരു നിരാശയുണ്ട്. അതെ, ഹൃദയഭേദകമായ വാർത്തയാണ് പാരീസിൽ നിന്ന് ഭാരതീയർക്ക് വരുന്നത് എന്നുള്ള ഒരു പോസ്റ്റാണ്. എന്നാണിതും അടുത്ത് നോക്കാൻ പറ്റും. 2 പാർട്ടികൾ 2 വീക്ഷണങ്ങൾ അല്ലേ. നോക്കൂ, ബംഗ്ലാദേശ് സിറ്റുവേഷൻ ഹൗ ഹാപ്പൻ ഇൻ ഇന്ത്യ, അതും പറഞ്ഞിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടെയായ സൽമാൻ ഖുർഷീദും ഒപ്പം സൽമാൻ ഖുർഷീദിന്റെ ഈ പ്രസ്താവനയാണ് വിവാദമായത് ഇന്നലെ. അതായത് അവിടെ കലാപമുണ്ടായി, ഉടനെ അവിടുത്തെ രാഷ്ട്രത്തിന്റെ ഭരണകർത്താവ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതും സ്വീകരിച്ചത് ഇന്ത്യയാണ് എന്നൊക്കെയുള്ളത്. എന്നിട്ട് അതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ തുടർച്ചയായി വന്നത് ഇനി ഇന്ത്യയിൽ എന്നുള്ളതാണ് ആ പോസ്റ്റുകൾ. അതായത് ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കും ഇത്തരം ഒരു കലാപം ഇവിടെ ഉണ്ടാവുകയും ഇവിടുത്തെ പ്രധാനമന്ത്രി പലായനം ചെയ്യുകയും അത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊക്കെയാണ് ചർച്ച. ഇന്ത്യയെ കൂടുതലായിട്ട് ബാധിക്കും എന്ന തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ BJPയുടെ വീക്ഷണം എന്താണെന്ന് കൂടി ഇതിന്റെ സൈഡിൽ കാണാം. ബംഗ്ലാദേശ് പോലെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകാമെന്ന് ഖുർഷീദ് പറയുമ്പോൾ BJP പറയുന്നത്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും നേതാക്കളും പറയുന്നത് 2028 ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തി. പിന്നെ ഇന്ത്യ ഇൻ സ്പേസിലെത്തും 2025 അടുത്ത വർഷം 2040 തന്നെ ഇന്ത്യ ഇൻ മൂൺ ചന്ദ്രനിലെത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, നടക്കുന്ന സ്വപ്നങ്ങൾ. പിന്നെ ഈ മറ്റു സ്വപ്നങ്ങൾ കണ്ടവരുടെയിലേക്ക് ഒരു കാര്യം ഓർക്കുക, പലായനം ചെയ്തവർക്ക് അഭയം കൊടുത്ത ചരിത്രമേ ഭാരതത്തിനുള്ളൂ. പ്രത്യേകിച്ചും ഇന്നത്തെ ഭാരതം, നവകേരളം പോലെയല്ല ഇന്നത്തെ ഭാരതം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു നേതാവ്, നിങ്ങളുടെ ഈ പറയുന്നവരുടെ അടക്കമുള്ള ഒരു നേതാവിനും പലായനം ചെയ്യേണ്ടി വരില്ല രാഷ്ട്രത്തിനൊപ്പം നിന്നാൽ. സോഷ്യൽ സ്കൂപ്പ് ഇന്ന് ഇത്രയേ ഉള്ളൂ. സമയം അതിക്രമിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ സ്കൂപ്പ് സമാപിക്കുന്നു. ഇന്ന് പത്രം വായിച്ചായിരുന്നോ? ഞാൻ വായിച്ചു. ഞാൻ പത്രം വായിക്കും, വായിക്കാത്തവരെ നോക്കി നടക്കാൻ. അത് നമുക്ക് ഈ പത്രം വായിച്ച ആരെങ്കിലും കേൾപ്പിക്കുന്ന ഒരു സുഖമാണ് അല്ലേ. പണ്ടുള്ള ഒരു സംഗതി ഞാൻ കേട്ടിട്ടുള്ളത്, കണ്ണൂരിലാണ് ഇത് കേട്ടിട്ടുള്ളത്. ഈ BD തെറുപ്പ് ദിനേശ് BDയുടെ തുടക്കകാലത്ത് ഞാൻ ഇതിൽ ഒരാളുടെ ഡ്യൂട്ടി, എല്ലാവരും BD തെറുക്കുമ്പോൾ ഒരാളുടെ ഡ്യൂട്ടി, അത് ശമ്പളത്തോടു കൂടിയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് പത്രം ഉറക്കെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ ചായക്കടകളിൽ ഒക്കെ ആയിരുന്നു പത്രം വായിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരിടത്തും കാണാറില്ല. കാരണം ഇപ്പോൾ പത്രം വായിക്കാൻ പോലും ചിലർക്ക് സമയമില്ല. എല്ലാവരും ഈ സമൂഹ മാധ്യമങ്ങളിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതിന് പത്രവായന ശീലമാക്കിയ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇനി കാണാൻ പോകുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി വാർത്തകൾ വായിച്ചു കൊടുക്കുന്ന ഒരാളെ പരിചയപ്പെട്ടാലും പൊതു ഇടങ്ങളിൽ നാട്ടുകാർക്കായി പത്രം വായിച്ച് കേൾപ്പിക്കുകയാണ് 74-കാരൻ പവിത്രൻ. എന്തൊക്കെയാണ് പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ വല്ലതും ഉണ്ടോ? സാഹചര്യം പത്രമൊന്നും വായിക്കാം? എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനങ്ങനെ പത്രമൊന്നും വായിക്കാറില്ല. പത്രം വായിക്കാൻ മടിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വായിച്ചു തന്നു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ട്. അന്ന് ഓക്കെ, നമുക്കൊരു പത്രം വായന കേട്ടിട്ട് വന്നല്ലേ? ആ ശരി. ഇത് പറവൂർ സ്വദേശി പവിത്രൻ. വെള്ളഷർട്ടും മുണ്ടും ധരിച്ച് സൈക്കിളിൽ പവിത്രൻ ചേട്ടൻ എത്തുന്നതോടെയാണ് പലപ്പോഴും കവലകൾ ഉണരുന്നത്. പിന്നെ കാതുകൂർപ്പിച്ച് കാത്തിരിക്കും ഉറക്കയും സ്ഫുടവുമായ പത്രവായന കേൾക്കാൻ. പറവൂർ കോട്ടുവള്ളിയിലെ പൊതുവിടങ്ങളിൽ വാർത്തകൾ നിറക്കുന്നത് 74-കാരൻ പവിത്രൻ ചേട്ടനാണ്. കയ്യിൽ കരുതുന്ന ഓരോ പത്രവും നിവർത്തി ഉറക്കെയുള്ള വായന. നോക്കുകുത്തിയാവുന്നു ഒരു PSC ലിസ്റ്റ്. നാട്ടിൽ ഭേദപ്പെട്ട ശമ്പളമുള്ള ഒരു ജോലി ലഭിച്ചാൽ ഭൂരിപക്ഷം പേരും വിദേശങ്ങളിലേക്ക് ജോലി തേടിപ്പോകില്ല. അന്യനാടുകളിൽ ഉയർന്ന ശമ്പളം ലഭിക്കുമെങ്കിലും ജീവിത ചെലവും അതുപോലെ കൂടുതലാണ്. സ്വന്തം നാട്ടിലാണെങ്കിൽ ശമ്പളം വളരെ ഉയർന്നതല്ലെങ്കിലും പിടിച്ചേൽക്കാനും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ചെറുപ്പക്കാർക്ക് നാട്ടിൽ ഒരു സർക്കാർ ജോലിയുള്ള ഏക അവലംബം PSC ആണ്. PSC ലിസ്റ്റിൽ കയറിക്കൂടുക എന്നത് തന്നെ ഭഗീരഥ പ്രയത്നം വേണ്ടുന്ന സംഗതിയാണ്. 1975 തുടങ്ങിയതാണ് ഈ വായന. വീടിന് സമീപത്തെ ചെറുകവലയിലെ ചായക്കടയിൽ നിന്നാണ് തുടക്കം. അന്ന് മുതിർന്നവർക്കായി വാർത്തകൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. പിന്നെ അത് ശീലമായി മാറി. അത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു
ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ അന്ന് മുതിർന്നവർ വരുമ്പോൾ ഒച്ചത്തിൽ വായിച്ചേൽപ്പിക്കാൻ പറയുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പത്രവായനയുടെ ആരംഭം. ഒരിക്കൽ പോലും പവിത്രൻ ചേട്ടന്റെ പത്രവായന മുടങ്ങിയിട്ടില്ല. പത്രം അവധിയുള്ള ദിവസങ്ങളിൽ പഴയ പത്രം വീണ്ടും വായിക്കും. പത്രവായന ഒരിക്കലും മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും പത്രം വായിക്കും. വായിക്കാൻ ഇവിടെ നമ്മൾ ഈ മരണ വീടുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ, ഈ പരിസരം എല്ലായിടത്തും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും വായിക്കും. എവിടെയെങ്കിലുമൊക്കെ കടകളിൽ നിന്ന് വായിക്കും, അല്ലെങ്കിൽ രാവിലെ വായിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പത്രവായന. വെള്ളത്തിനടിയിലെ ലോറിയുണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയെന്നും അധികൃതർ അറിയിച്ചു. അർജുനടക്കം 10 പേരാണ് അത്യാഹിതത്തിൽപ്പെട്ടത്. പത്രങ്ങൾക്ക് രാഷ്ട്രീയ നിറം കൈവന്നെങ്കിലും വായിക്കാനെടുക്കുന്ന പത്രങ്ങളിൽ ഇദ്ദേഹം രാഷ്ട്രീയം കാണാറില്ല. മാതൃഭൂമിയാണ് ആദ്യം തുടക്കം. അതിനുശേഷം ദേശാഭിമാനി, കേരളൗതി അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പത്രത്തോട് എനിക്ക് രാഷ്ട്രീയമില്ല. പവിത്രൻ ചേട്ടന്റെ പത്രവായനക്ക് സ്ഥിരം ശ്രോതാക്കളുമുണ്ട്. എല്ലാ വാർത്തയും കേൾക്കാൻ പറ്റും. പത്രം വായിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ്. ഇത്രയും കണ്ണട പോലും പുള്ളിക്ക് വേണ്ട, കറക്റ്റായിട്ട് വായിക്കും. പ്രായം 70 കഴിഞ്ഞെങ്കിലും കണ്ണടയുടെ സഹായമില്ലാതെയാണ് പവിത്രന്റെ പത്രവായന. ക്രൗഡ് ചെക്കിന്റെ ഫാൽക്കൺ സെന്റർ അപ്ഡേറ്റിലെ തകരാറാണ് കുഴപ്പമുണ്ടാക്കിയത്. ഹാക്കിംഗ് ഉൾപ്പെടെ തടയുന്ന എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് EDR സോഫ്റ്റ്വെയർ ആണ് ഫാൽക്കൺ സൈബർ സുരക്ഷിതത്വത്തിന് ഉപയോഗിക്കുന്നത്. ഫാൽക്കൺ തകരാറുണ്ടെങ്കിൽ കമ്പ്യൂട്ടറും തകരാറിലാവും. ഫാൽക്കണിലെ വൈറസ് സാന്നിധ്യമാകും കാരണമെന്ന് റിപ്പോർട്ടുണ്ട്. കവലകളിലും തെരുവുകളിലും വാർത്തകൾ നിറച്ച പവിത്രൻ ചേട്ടന്റെ പത്രവായന ഇടവേളകളില്ലാതെ തുടരുകയാണ്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. അതെ അതെ, വായിക്കുന്ന രീതി എന്ത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ആങ്കർമാർക്കും ഒരു പാഠമാണ് ആ പത്രവായന രീതി. കണ്ണാടി വേണ്ടാന്നും പറയുന്നത് 74 വയസ്സിലും. ഞാൻ ഞെട്ടി. ഇനി നോക്കാം, മറ്റൊരു വേറിട്ട വാർത്തയാണ്. വേറിട്ട ഇനങ്ങളിലുള്ള ചക്കയും മാങ്ങയും തേനും ഒക്കെ വേണ്ടവർക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് വരാം. മാംഗോ ഫ്രൂട്ട് കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ചക്ക തേൻ മാമ്പഴമേള സ്റ്റേഡിയത്തിലെ ഭാഗ്യമാല ഹാളിൽ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 11 വരെയാകും മേളയുണ്ടാവുക. വിവിധ ഇനം മാമ്പഴങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നാവിൽ വെള്ളമൂറും. മണമടിച്ചാൽ പിന്നെ പറയുകയേ വേണ്ട. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ആദ്യത്തെ റിവ്യൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്. സീസൺ അല്ലെങ്കിലും 30ഓളം മാമ്പഴ ഇനങ്ങൾ വിപണനത്തിന് എത്തിച്ചിട്ടുണ്ട്. പാൽഗോവയും കൊക്കോ മാമ്പഴവും തോട്ടപ്പുരിയും കാസയും പുളിശ്ശേരി മാമ്പഴവും ഒക്കെ ഉണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ആദ്യമായി എത്തുന്ന ഡൽഹിക്കാരൻ കസ്ബയാണ് കൂട്ടത്തിലെ താരം. എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ കസ്ബ എന്ന് പറയുന്ന സാധനമാണ്. ഡൽഹി എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മൾ ഇതുവരെയും ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. അത് വില അല്പം ഇത് തന്നെയാണ്. അപ്പോൾ വാങ്ങുന്നവരൊന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ഇപ്പം കൊടുക്കുന്നത് ചക്കയ്ക്കാണ്. ചക്ക നമ്മുടെ നാടുകളിൽ സുലഭമായി കിട്ടും. പക്ഷെ അതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. അതായത് ഒരു 80-85% നമ്മൾ ചക്ക ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും ഒരു 22% മാത്രമേ ഉപയോഗം നടക്കുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മളെ പുതുതലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു മേള കൊണ്ടുള്ള ഒരു ദൗത്യമായി ഉദ്ദേശിക്കുന്നത്. മാംഗോ ഫ്രൂട്ട് കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ചക്കയ്ക്കും ചക്കയുൽപ്പന്നങ്ങൾക്കും പ്രത്യേക പരിഗണനയും മേളയിൽ നൽകിയിട്ടുണ്ടെന്ന് സംഘാടകർ പറയുന്നു. ചക്ക പായസം, അതുപോലെ തന്നെ ചക്ക ജ്യൂസ്, ചക്ക ബജിയുണ്ട്, അതുപോലെ ചക്ക കൊണ്ടുള്ള ഉപ്പേരി, ചക്ക കൊണ്ടുള്ള ചില മാവ് ഐറ്റംസുകൾ, ഇതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാമ്പഴങ്ങൾക്കും ചക്കയുൽപ്പന്നങ്ങൾക്കും പുറമെ വിവിധ ഇനം അച്ചാറുകളും പലഹാരങ്ങളും എല്ലാം ലഭ്യമാണ്. മാവിന്റെയും പ്ലാവിന്റെയും ഒക്കെ തൈകൾ വേണമെന്നുള്ളവർക്ക് അതും വാങ്ങിക്കാം. ഓഗസ്റ്റ് 1 തുടങ്ങിയ മേള 11 അവസാനിക്കും. ജനം, തിരുവനന്തപുരം. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും, ഏത് ഇനം വേണമെങ്കിലും, ചക്കയുടെ ആയാലും മാങ്ങയുടെ ആയാലും ലഭിക്കും അല്ലേ? അതെ. ഇനി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഒന്ന് പോയി വരാം അല്ലേ? ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവാനുഗ്രഹമെന്ന് നിയുക്ത ക്ഷേത്ര മേൽശാന്തി വൈക്കം ഇണ്ടംതുരുത്തിമന വി മുരളീധരൻ നമ്പൂതിരി. ചിങ്ങം 1 അദ്ദേഹം മേൽശാന്തിയായി ചുമതലയേൽക്കും. ശബരിമലയിലടക്കം വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു വി മുരളീധരൻ നമ്പൂതിരി. 2004 ശബരിമല മേൽശാന്തിയായി ഇണ്ടംതുരുത്തിമന വി മുരളീധരൻ നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ശേഷം കഴിഞ്ഞ തവണ ആറ്റുകാൽ ദേവീക്ഷേത്ര മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇക്കുറിയാണ് ദേവിയുടെ കൃപാ കടാക്ഷമുണ്ടായത്.
36 പേർ അപേക്ഷിച്ചതിൽ അഭിമുഖത്തിന് ശേഷം 6 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് വി മുരളീധരൻ നമ്പൂതിരി മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈക്കത്തപ്പൻ്റെയും ഇണ്ടംതുരുത്തിയമ്മയുടെയും അനുഗ്രഹമാണ് നിയോഗത്തിന് പിന്നിലെന്ന് മുരളീധരൻ നമ്പൂതിരി. 2004 സന്നിധാനത്ത് മേൽശാന്തിയായിരുന്നു, ശബരിമല മേൽശാന്തിയായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചതിന് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ആറ്റുകാലിൽ അപേക്ഷിച്ചു. 6 പേര് നറുക്കിൽ ഉണ്ടായി, അതിൽ കിട്ടിയില്ല. അപ്പം ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപേക്ഷിച്ചത്. ഇതിൽ രണ്ടാമത്തെ പേരിൽ തന്നെ കിട്ടുകയും ചെയ്തു. അത് വളരെ സന്തോഷമായി. ദേവിയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഇണ്ടംതുരുത്തിയമ്മയുടെയും വൈക്കത്തപ്പൻ്റെയൊക്കെ എല്ലാം വലിയൊരു അനുഗ്രഹത്തിൽ കൊടുത്തപ്പൻ്റെ എല്ലാ ദേവന്മാരുടെ ഒരു അനുഗ്രഹമായിട്ടത് കണക്കാക്കുന്നു. കുടുംബക്ഷേത്രമായ ഇണ്ടംതുരുത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പൂജ ചെയ്തു വരികയാണ് ഇപ്പോൾ. നാളെ വൈക്കത്തു നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 10 മുതൽ 16 വരെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷം ചിങ്ങം 1 മേൽശാന്തിയായി ചുമതലയേൽക്കും. ജനം, കോട്ടയം. ഇനി ന്യൂസ് അജണ്ടയുടെ സമയമാണ്. പുത്തൻപുലരിയുടെ ഇന്നത്തെ സമയവും അതിൻ്റെ അവസാന 10 മിനിറ്റിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ന്യൂസ് അജണ്ടയാണ്. അത് ഇന്നത്തെ ദിവസം വിവിധ റീജിയനുകളിൽ നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ആ പേര് സൂചിപ്പിക്കുന്നത് പോലെയാണ് ന്യൂസ് അജണ്ട. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട്, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലുണ്ട്, അതുപോലെ കോഴിക്കോട് നിന്ന് ദിസ്നയുമുണ്ട്. ആദ്യം ശാലിനിയിലേക്ക് പോകാം. സുധീഷും ദിസ്നയും തുടരുക. ശാലിനി, എന്തൊക്കെയാണ് ഈ മേഖലയിൽ നിന്നുള്ള രാവിലെ തന്നെ വന്ന വാർത്ത? വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുതന്നെ ആയിരിക്കും അല്ലേ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്? ശാലിനി, നമസ്തേ. പ്രദീപിള്ള, അങ്ങനെ തന്നെയാണ്. മസ്തിഷ്ക ജ്വരം തലസ്ഥാനത്ത് സ്ഥിരീകരിച്ച പശ്ചാത്തലം, കൂടുതൽ പേർ നിരീക്ഷണത്തിലായ സാഹചര്യം, ഇതൊക്കെ ആരോഗ്യവകുപ്പ് കാര്യമായി തന്നെ നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് കടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ആരോഗ്യവകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇന്ന് യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടുതൽ നിയന്ത്രണത്തിലേക്കും നടപടികളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അപ്ഡേഷനുകൾ വരും മണിക്കൂറിൽ തലസ്ഥാനത്ത് നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് സഹായം അടക്കം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളടക്കം ഉടനടി തീരുമാനമുണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് തെളിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേഷനായി വരാൻ പോകുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങൾ. ഒപ്പം തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടുതൽ ഉള്ളടക്കങ്ങൾ അടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കലോത്സവങ്ങളിലടക്കം ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്യുകയാണ്. പരീക്ഷാ നടത്തിപ്പിലടക്കമുള്ള കാര്യങ്ങളിൽ 8ാം ക്ലാസ്സിൽ ഓൾ പാസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇത് മന്ത്രിയുടെ പ്രതികരണവും വന്ന സാഹചര്യമുണ്ട്. ഇനി അധ്യാപക സംഘടനകളുടെ അടക്കം പ്രതികരണങ്ങളും ഒപ്പം തന്നെ മന്ത്രിയുടെ കൂടുതൽ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ ഇന്നുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. പ്രദീപിള്ള, ഇനി കൊച്ചിയിൽ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇന്ന് എന്തൊക്കെ വാർത്തകൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കാം? രജനി, പ്രധാനമായും ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അത് പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന KP മുഹമ്മദ് മുസ്തഫയുടെ പരാതിയിലാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ഇതിൽ 38 വോട്ടിനായിരുന്നു നജീബ് വിജയിച്ചിരുന്നത്. എന്നാൽ 300-ലധികം പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ല എന്നുള്ള പരാതിയാണ്. ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകൾ ഹൈക്കോടതി നടത്തിയിരുന്നു. ഇതിൻ്റെ വിധി ഇന്നുണ്ടാവും. മറ്റൊരു പ്രധാന വാർത്ത, മാവോയിസ്റ്റ് ഭീകരനായ 2 പേര് പിടിയിലായിരുന്നു. അവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുകയാണ്. അത് മൊയ്തീനും അതോടൊപ്പം തന്നെ മനോജുമാണ് പിടിയിലായത്. ഇന്ന് 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് അവരെ കോടതിയിൽ ഹാജരാക്കും. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് ഭീകരരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അത് സംബന്ധിച്ച് കോടതിയിൽ ചില വിശദീകരണങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകളും ഇന്ന് കൊച്ചിയിൽ നിന്ന് ഉണ്ടാകും. രജനി, താങ്ക് യു സുധീഷ്. ഇനി ദിസ്നയിലേക്ക്, കോഴിക്കോട് മേഖലയിൽ നിന്നുള്ള പ്രധാന വാർത്ത നമുക്കൊക്കെ അറിയാം. എന്നാലും എന്തൊക്കെയാണ് ദിസ്ന ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ?
പ്രദീപിള്ള, പ്രധാനമായും മന്ത്രി കെ രാജൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്താണ് അദ്ദേഹം സന്ദർശനം നടത്തുക. ഉരുൾപൊട്ടലിൽ മരിച്ച മാത്യു മാഷിന്റെ വീട് സന്ദർശിക്കും. കൂടാതെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ മലമ്പുഴ ഡാം 11 മണിക്ക് തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് കോഴിക്കോട് റീജിയനിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന ന്യൂസ് അജണ്ട. എന്തായാലും ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ടായി, നമുക്ക് പലതും വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് ചന്ദ്രബാബു ഫാമിലി, അംബിക, അജിത്ത്, ലിബിൻ തലക്കുളം, ഗോപിനാഥ് ചെറുകുന്നത്ത്, എല്ലാവർക്കും നമസ്തേ. ജീവലാൽ കൂവപ്പള്ളി പറയുന്നു, വനവാസികളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ശ്യാമരാജ് പറഞ്ഞ വേദനാജനകമായ കാര്യങ്ങൾ ചാനലിലൂടെ എന്നും കാണിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്നും അത് തന്നെ കാണിക്കേണ്ട, പകരം ജനന്റി TV ടീം ഇത്തരം മേഖലകളിലേക്ക് പോയി അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് പുറത്ത് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഒപ്പം തന്നെ യൂട്യൂബിൽ ധാരാളം കമൻസ് വന്നു. സ്ഥിരം പ്രേക്ഷകർ എല്ലാവരും ഉണ്ടായിരുന്നു. ഉഷാജി, രാധാകൃഷ്ണൻ വൈകുണ്ഠം, സന്ദീപ്, രാജേഷ്, അജിത് ഭാസ്കർജി, സദാനന്ദൻ നെടുതുലം, പ്രീതി ജയൻ, ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ കണ്ടു. പല വാർത്തകളിലും നമ്മുടെ പുത്തൻപുലരിയിലേക്ക് വന്നെങ്കിലും നമുക്ക് ആ ഒരു ദുരന്തത്തിന്റെ വാർത്തകളും അതുപോലെ തന്നെ മറ്റു വാർത്തകളും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള കാരണം ഈ മെസ്സേജസ് ഒന്നും നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങളുള്ളത്, നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ധാരാളം വാർത്താ നിർദ്ദേശങ്ങളും ഇതിനൊപ്പം വരുന്നുണ്ടായിരുന്നു. ഗൗരവനാർ കണ്ട്, അതുപോലെ തന്നെ മാലിന്യ നീക്കത്തിന്റെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വാർത്ത വന്നപ്പോൾ അതിനുള്ള കാരണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമൻ്റായിട്ട് അത് വന്നിരുന്നു. എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ, അതായത് നഗരസഭ അടക്കമുള്ളവരുടെ അനാസ്ഥ, ഉദാസീനത, ഇത് ഈ മാലിന്യങ്ങൾ ഒരു മരണം വന്നപ്പോൾ മാത്രം ഒരു പ്രഹസനമായിരുന്നു ഈ ഒരു തിരച്ചിലും അതുപോലെ തന്നെ വൃത്തിയാക്കലും ഒക്കെ തന്നെ, അത് പിന്നെ നിർത്തി എന്നടക്കമുള്ള മെസ്സേജ് നമുക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറുപ്പ് സാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു, അതും ഒക്കെ കണ്ടിരുന്നു. ഏതായാലും പുത്തൻപുലരിയുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ വാർത്തകൾ നമ്മുടെ കയ്യിലുണ്ട്, ബ്രേക്കിംഗ് വാർത്തകളുണ്ട്. അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ജനൻ TV അടുത്ത മണിക്കൂറുകൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി ജനൻ TV തന്നെ ട്യൂൺ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്തേ.